രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവര് ആരുടെയെങ്കിലും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി. ഇപ്പോ റോജ മാഡം എന്റെ ടീമിലുള്ള ഒരു ലീഡറാണ്. റോജ മാഡത്തിന്റെ ശല്യം സഹിക്ക വയ്യാതെ വന്നിട്ടുള്ള കുറെ ആൾക്കാരെങ്കിലും ഇതിനുള്ളിൽ ഉണ്ടാവും. അപ്പൊ അവരിതിലേക്ക് വന്നേക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, മാഡം നിർബന്ധിച്ച് അവരെ ഇങ്ങനെ വിളിച്ച് മാഡത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടാണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്തു. ഇനി വിളിക്കില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്ന് തുടങ്ങി വിളി തുടങ്ങിയതാണ്, നിർത്തുന്നില്ല. അവര് വിചാരിച്ച് നിൽക്കുന്നു, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ വന്ന കുറെ ആളുകൾ ഉണ്ടാവും. ഇനി മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. അവര് വേറെ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലും വർക്ക് ചെയ്ത് പല സ്ഥലത്തും അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നമ്മുടെ കമ്പനിയെ പറ്റി കേട്ട് ഇതിലെ ഐറ്റംസ് നോക്കിക്കഴിഞ്ഞപ്പോ വളരെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി, ഏതെല്ലാം ബിസിനസ് അവസാനിച്ചാലും ഈ ബിസിനസ് മനുഷ്യന് ജീവനുള്ളിടത്തോളം കാലം തുടർന്ന് പോകും. ഈ കമ്പനിയിൽ വന്നാൽ ഒരു കാരണവശാലും അവർക്കൊരു തളർച്ച ഉണ്ടാവില്ല, ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇത് ചോയ്സ് ആയിട്ട് എടുത്ത് ഇതിലേക്ക് വന്ന അങ്ങനെ 3 കാറ്റഗറി ആളുകളാണ് RCMലേക്ക് വന്നിട്ടുള്ളത്. ഈ കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ 233 പേരും ഞാൻ ഉൾപ്പെടെ ഇതിൻ്റെ ഉള്ളിലുള്ളവർ. ആരൊക്കെ എന്തൊക്കെ വന്നാലും ഞാനൊരു കച്ചവടക്കാരനാണ്. ഞാൻ കച്ചവടം ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങളാണ് ഞാൻ കച്ചവടം ചെയ്തിരുന്നത്. ഇപ്പോഴും ആ കച്ചവടം നന്നായിട്ട് പോകുന്നുണ്ട്. ഈ കച്ചവടവും ഉപ്പും മുളകും മല്ലിയും വിൽക്കണ കച്ചവടവും ഒരുപോലെ ചെയ്താൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം പ്രശ്നമാണ്. കാരണം ലാഭത്തിന് ബേസ് ചെയ്തിട്ടാണ് എല്ലാ സ്ഥലത്തും നമുക്ക് വരുമാനം കിട്ടുന്നത്, RCMനും വരുമാനം കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന് ആനുപാതികമായിട്ടാണ് കമ്പനി നമുക്ക് ലാഭവിഹിതം തരുന്നത്. അതായത് നമ്മൾ ഇതിലെ ജോലിക്കാരല്ല, ഇതിലെ മെമ്പേഴ്സ് അല്ല, പകരം നമ്മൾ നമ്മുടെ കമ്പനിയുടെ RCM കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആണ്, പങ്കുകാരാണ്. അതായത് നമ്മളുടെയാണ് കമ്പനി. അതുകൊണ്ടാണ് നമുക്ക് ലാഭവിഹിതം കിട്ടുന്നത്. ലാഭവിഹിതം വേണമെങ്കിൽ ഇതിൽ ലാഭം ഉണ്ടാക്കണം. ഒരു കമ്പ്യൂട്ടർ വിറ്റാൽ കിട്ടുന്ന ലാഭം ഉപ്പും മുളകും മല്ലിയും മഞ്ഞളും വിറ്റാൽ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ RCM പഠിക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ആരുടെയെങ്കിലും നിർബന്ധപ്രകാരം വന്നവരാണെങ്കിലും ഒരു വരുമാനം RCMൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ അതെങ്ങനെ കിട്ടുമെന്ന് പഠിക്കണം. അപ്പോ പഠിത്തത്തിന്റെ വലിയൊരു ആവശ്യകത നമുക്കുണ്ട്. ഞങ്ങളോടൊപ്പം, അതായത് ലീഡേഴ്സിനോടൊപ്പം പഠിക്കാൻ തയ്യാറാവുക, പഠിച്ചിട്ടുള്ളവരെ റിവൈസ് ചെയ്യാൻ തയ്യാറാവുക. നമ്മളിത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന്. അപ്പോൾ ബിസിനസ്സിൽ പ്രോഫിറ്റ് വേണം. അപ്പോൾ ടേൺ ഓവർ കൂട്ടണം. ടേൺ ഓവർ കൂട്ടണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മേടിച്ചാൽ എത്ര മേടിക്കാൻ പറ്റുമോ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതൊരു പരിധി കൂടുതൽ എനിക്ക് മേടിക്കാൻ പറ്റില്ല. നമ്മുടെ കമ്പനി ആണെങ്കിൽ നേരത്തെ കൂട്ടി PV ഡിക്ലെയർ ചെയ്തിട്ട്, നമ്മൾ PV എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പെർച്ചേസ് വോളിയം. അതായത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് ജോബി എന്ന ഒരു വ്യക്തിക്ക് തന്ന ശേഷം കമ്പനി നമ്മളുമായി പങ്കുവെക്കാൻ ഇത്ര രൂപ മാറ്റി വെച്ചിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കാവിഗോ ഹെർബൽ ടൂത്ത് പേസ്റ്റ് എനിക്ക് 43 രൂപ തന്ന ശേഷം കമ്പനിയുടെ കയ്യിൽ 25 രൂപ നീക്ക് ബാക്കി ഉണ്ട്. ആ നീക്ക് ബാക്കിയാണ് ഞാനും എൻ്റെ ഗ്രൂപ്പും കമ്പനിയുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോ ഇത് കൂട്ടിയാലേ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. ഇത് കൂട്ടണമെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. മിക്കവാറും ഭൂരിഭാഗം ആളുകളും ഇതിലിരിക്കുന്നവരെല്ലാം ജോലിക്കാരാണ്. ജോലിക്കാര് രാവിലെ കറക്റ്റ് സമയത്ത് ജോലിക്ക് കയറും. വൈകുന്നേരം ആവുമ്പോൾ അരമണിക്കൂർ മുമ്പ് വാച്ചിൽ നോക്കി തുടങ്ങും. ആ ലാസ്റ്റ് മൊമെന്റ്, പുറത്തിറങ്ങേണ്ട സമയം കറക്റ്റായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ നമ്മളൊരു ജോലിക്കാരനായി. ബാക്കി എന്തുണ്ടെങ്കിലും അത് നമ്മൾ നാളെ ചെയ്യുള്ളൂ, ഇന്ന് ചെയ്യില്ല. അതേസമയം ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്ന RCMല് നമ്മുടെ മാനസികാവസ്ഥ എവിടെയാ കിടക്കുന്നത്? നമ്മുടെ മാനസികാവസ്ഥ കിടക്കുന്നത് ഒരു ജോലിക്കാരിൽ നിന്നാണ്. ഇവിടെ ചെയ്യാൻ പോണത് എന്നതാണ്? ബിസിനസ്സാണ്. ജോലിക്കാരിൽ നിന്ന് ബിസിനസ്സുകാരനിലേക്കുള്ള മാറ്റം വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ശീലിക്കാത്ത കാര്യങ്ങൾ. ഒരു ബിസിനസ്സുകാരനാവുമ്പോൾ അവൻ 5 പൈസ കിട്ടുമെന്ന് ഉറപ്പില്ലാതെ ഒരു മാസം തുടങ്ങുന്നു. ശമ്പളം കൊടുക്കണം, വാടക കൊടുക്കണം, സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ അത് വേണ്ട, കോർപ്പറേഷൻ ടാക്സ് കൊടുക്കണം, പ്രൊഫഷണൽ ടാക്സ് കൊടുക്കണം, ലേബർ ടാക്സ് കൊടുക്കണം, വേസ്റ്റ് മാനേജ്മെന്റ് ചാർജ് കൊടുക്കണം,
വെള്ളത്തിന്റെ കൊടുക്കണം, അവന് വലിയ ചെലവുകളുണ്ട്, ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് വേണം അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ, അവന് ലാഭം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ബിസിനസ്സുകാരന്റെ തലയിലുണ്ട്. അവൻ ബിസിനസ് ചെയ്യും. അപ്പോൾ ജോലിക്കാർ എന്ത് ചെയ്യണം? ബിസിനസ്സുകാരുടെ ലെവലിലേക്ക് അങ്ങോട്ട് മാറണം. തുടക്കത്തില് ഉപ്പും മുളകും മല്ലിയും മഞ്ഞളൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. അത് മേടിച്ചിട്ട് അത് മേടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഇതിലേക്ക് വന്നത്. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ രോഗം മാറാൻ വേണ്ടി കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടാവും. ഇവിടെയും ഉണ്ടാവും കുറച്ച് പേര്. അങ്ങനെ ഉപയോഗിച്ച നല്ല സാധനങ്ങളാണെന്ന് കരുതി മനസ്സിലായി അവരുപയോഗിച്ചു, ഇഷ്ടപ്പെട്ടു, വീണ്ടും മുമ്പോട്ട് പോകുന്നു. ചിലവർ പെയിന്റ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇത് എങ്ങനെയാണെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാം. നിങ്ങൾ ആലോചിച്ചാൽ മതി. വളരെ സിമ്പിൾ ആണ്. ഏറ്റവും ആദ്യത്തെ ക്ലാസ് വരെ നമ്മൾ പഠിച്ചു. ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ ഉൽപാദകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിലേക്ക് കിട്ടുന്നത് കൊണ്ട് നല്ല ലാഭം നമുക്കുണ്ട്. നിങ്ങളൊന്ന് എഴുതി കൂട്ടി നോക്കിയാൽ നേരത്തെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വിലയും ഇപ്പോൾ നിങ്ങൾ ആസിയയിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വരുന്ന എമൗണ്ട് തമ്മിൽ ഒന്ന് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മാസം എത്ര നിങ്ങൾക്ക് ലാഭം വരുന്നുണ്ടെന്ന്. അതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചതാണ്. അതിൽ കഴിഞ്ഞ സെയിൽസിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ആ സെയിൽസിന്റെ ക്ലാസ് നമ്മൾ കേട്ടു. ഇനി വണ്ടർ വേൾഡ് ക്യുക്കുകളിൽ നിന്ന് നമുക്ക് വരുമാനം എങ്ങനെ വരുന്നതെന്ന് കേട്ടു. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ ചെയ്താലേ നമുക്ക് കിട്ടൂ. ചെയ്തില്ലെങ്കിൽ, ഉപയോഗിച്ചില്ലെങ്കിൽ ചെലവിൽ കുറവുണ്ടാവില്ല. സെയിൽ ചെയ്തില്ലെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാവില്ല. ലക്ഷങ്ങൾ നമ്മൾ ഈ മാസം സെയിൽ ചെയ്തു, അടുത്ത മാസം 1 രൂപയ്ക്ക് പോലും സെയിൽ ചെയ്യാൻ പറ്റിയില്ല. എന്ത് സംഭവിക്കും? ഈ മാസത്തെ വരുമാനം നന്നായിട്ടുണ്ടാവും, അടുത്ത മാസത്തെ വരുമാനം നമുക്ക് 0-ലേക്ക് മാറും. ഇനി കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ വരുമാനം കൂട്ടാൻ പറ്റും? അതാണ് ഇനി നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും റിലയൻസിന്റെ ഷോപ്പുകൾ. എടപ്പള്ളിയിൽ ഞങ്ങളുടെ ജംഗ്ഷനിൽ മാത്രം 6 ഷോപ്പുണ്ട്. ഒരു റോഡ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഷോപ്പ്, ഒരു റോഡ് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഷോപ്പ്, പുറകോട്ട് പോകുമ്പോൾ അവിടെ ഒരു 3 ഷോപ്പ്, ഇപ്പുറത്തെ ഷോപ്പ്, അടുത്ത ഷോപ്പ്. ചുരുക്കത്തിൽ പറഞ്ഞ 6 ഷോപ്പ് ഇട്ടാവട്ടത്തില് ഒരു ചെറിയ ടൗണിൽ മാത്രം ഉണ്ട്. എന്തിനാ ഇത്ര ഒരു ഷോപ്പ്? ഒറ്റ ഷോപ്പ് അവർ വെച്ചാൽ പോരെ. ഇനി ഇവിടുന്ന് കുറച്ച് മാറി കരമശ്ശേരിയിലേക്ക് ചെന്ന അവിടെ വേറെ ഇതുപോലെ ഷോപ്പുകൾ. ഇനി ഇവിടുന്ന് മാറി പാലാരിവട്ടം ഭാഗത്തേക്ക് ചെന്ന അവിടെ ഷോപ്പുകൾ, തൃപ്പൂണിത്തുറയ്ക്ക് ചെന്ന അവിടെ ഷോപ്പുകൾ. അവർ വലിയൊരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തേക്കാണ്. അവര് കാശ് ഇൻവെസ്റ്റ് ചെയ്തു, ഷോപ്പുകൾ തുടങ്ങി, സാധനങ്ങൾ ഫില്ല് ചെയ്തു, ജോലിക്കാരെ വെച്ചു. അവരൊരു നെറ്റ്വർക്ക് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഒരു നെറ്റ്വർക്ക് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഹ്യൂജ് വോളിയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വലിയ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ടേൺ ഓവർ കൂടുള്ളൂ. ടേൺ ഓവർ കൂടിയാലേ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്ത് വേണം? ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. IOCയുടെ പെട്രോൾ പമ്പ് എവിടെയെങ്കിലുമൊക്കെ ഓരോ ഏരിയയിൽ ഒരു പമ്പോ 2 പമ്പോ ഒക്കെ വെച്ച് ചെയ്താൽ പോരെ? മുട്ടിന് പമ്പ് വേണോ? മുട്ടിന് പമ്പ് വെച്ചില്ലെങ്കിൽ അടുത്ത പമ്പിൽ കയറിയ ആളുകൾ ഓയിൽ ഫില്ല് ചെയ്യും, ഇവർക്കുള്ള വരുമാനം പോകും. അപ്പോൾ ഇവര് നിർബന്ധമായും അതിന്റെ എണ്ണം കൂട്ടിയിരിക്കുകയാണ്. അവിടെയും ഒരു നെറ്റ്വർക്ക്. ചുരുക്കത്തിൽ പറഞ്ഞ ഈ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ടാൽ നമുക്ക് വരുമാനം കിട്ടും. ഇവിടെ RCMലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് മാത്രമാണ്, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ ലക്ഷങ്ങളും കോടികളും മുടക്കി അവർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുമ്പോൾ RCM എന്ന മഹാപ്രസ്ഥാനം നമുക്ക് തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. 5 പൈസ പോലും മുടക്കാതെ സ്വന്തമായിട്ട് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കൂ. ഒരു നന്മ പ്രവൃത്തി മാത്രം ചെയ്താൽ മതി. അതായത് നിങ്ങൾ ഉപയോഗിച്ചത്, ഞാൻ ഉപയോഗിച്ചത് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ മറ്റുള്ളവരോട് പറയുക. അത് മാത്രം പറയുക. അവരും ഇതുപോലെ ഉപയോഗിക്കും. ഞാൻ ഉപയോഗിക്കുന്ന മൊത്തം സാധനങ്ങളും ഞാൻ കാണുന്ന ഓരോ മനുഷ്യനും ആവശ്യമുള്ളതാണ്. ഈ ആവശ്യമുള്ളത് അവരുപയോഗിച്ചാൽ എൻ്റെ നെറ്റ്വർക്ക് വലുതാവും. ഇനി ഈ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ടീം ബിൽഡിംഗ് ആണ് പഠിക്കാൻ പോണത്. ടീം ബിൽഡിംഗ് വഴിയാണ് ഒരു വലിയ നെറ്റ്വർക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, നമുക്ക് സ്ഥലങ്ങൾ വേണ്ട, മാൻ പവർ വേണ്ട, ആളുകൾ വേണ്ട. നമുക്ക് ആകെ വേണ്ടത് നല്ലൊരു മനസ്സും നല്ലൊരു നാക്കും അതിനുള്ള സൗകര്യങ്ങളും മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോ ആദ്യത്തെ വരുമാനം ഇതിലേക്ക് വരുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് ഫ്രീ പ്രൊഡക്റ്റിന്റെ രീതിയിലാണ് ആദ്യത്തെ വരുമാനം വന്നത്. അതും നമ്മൾ പഠിച്ചു. ഫ്രീ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്.
ഇത് എല്ലായിടത്തും കിട്ടുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങളൊരു കടയിൽ നിന്ന് സാധനം മേടിക്കാൻ വിചാരിക്കുക, MRP നിന്ന് 5 പൈസ നിങ്ങൾക്ക് കുറച്ച് കിട്ടില്ല. അല്ലെങ്കിൽ വല്ല മാളുകളിൽ പോകണം 2-3 രൂപ കുറച്ച് കിട്ടാൻ. ഇവിടെ ഒരു പേസ്റ്റ് എടുത്താൽ പോലും കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായിട്ട് റിമി സാർ അത് പറഞ്ഞു തന്നു, 17 രൂപ നമുക്ക് പ്രോഫിറ്റ്. അതായത് 60 രൂപയ്ക്ക് നമ്മൾ വിൽക്കേണ്ടിയിരുന്ന MRP ഉള്ള പേസ്റ്റ് നമുക്ക് 43 രൂപയ്ക്ക് കിട്ടുന്നു. അതായത് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ കിട്ടുന്നു. നമുക്ക് റീറ്റെയിലറിന് കിട്ടുന്ന പ്രൈസിലല്ല കിട്ടുന്നത്, ഹോൾസെയിലറിന് കിട്ടുന്ന പ്രൈസിലല്ല കിട്ടുന്നത്. പകരം ഡിസ്ട്രിബ്യൂട്ടറിന് കിട്ടുന്ന പ്രൈസിൽ നമുക്ക് ഈ സാധനം കിട്ടിയ ശേഷം നമുക്ക് ബാങ്കിലേക്ക് അതിന്റെ ലാഭവിഹിതം വരുന്നു. അതും കൂടി കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കമ്പനി തരുന്നത്. ഇന്ന് വരെ ആരെങ്കിലും എനിക്ക് തന്നിട്ടില്ല RCM എന്നല്ലാതെ. നിങ്ങൾ ഇത്രയും നാള് ഇത്ര രൂപയുടെ സാധനം മേടിച്ചാലും ഒരു സോപ്പ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പോലും എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പരിചയമുള്ള മൊത്തം ആളുകളിലേക്ക് ഈ സംഭവങ്ങൾ നമുക്ക് എത്തിക്കാം. അപ്പോൾ ആദ്യത്തെ വരുമാനം ഞാൻ പറഞ്ഞു ഫ്രീ പ്രൊഡക്റ്റ് ആണ്. രണ്ടാമത്തെ വരുമാനം നമുക്ക് കിട്ടണമെങ്കിൽ അർജുൻ സാർ, ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ് വിത്ത് പെർമിഷൻ. സർ ക്ലിയർ ആണോ? സ്ക്രീൻ കറക്റ്റ് ആണോ? വിസിബിൾ ആണ് സർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ടീം ബിൽഡിങ്ങിലേക്ക് കയറുകയാണ്. അപ്പോൾ ആദ്യത്തെ വരുമാനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമുക്ക് ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും. RCM വരുന്ന സകലവരും ഫ്രീ പ്രൊഡക്റ്റിന് അർഹരാണ്, പ്രൊവൈഡഡ് അവർ 6 മാസം തുടർച്ചയായിട്ട് മേടിക്കണം. അപ്പം മാത്രം കമ്പനി അവർക്ക് ഫ്രീ പ്രൊഡക്റ്റ് കൊടുക്കും. അതല്ലാതെ എപ്പോഴെങ്കിലും വന്ന് ഒരു ചന്ദനത്തിരി വാങ്ങിച്ചുകൊണ്ട് പോണവര്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വന്ന് സോപ്പ് മേടിച്ചു കൊണ്ടുപോകുന്നവര്, RCM ഗൗരവമല്ലാതെ വർക്ക് ചെയ്യുന്നവര്, അവർക്ക് കമ്പനി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവര് കമ്പനിയുടെ ഒരു ലോയൽ കസ്റ്റമർ അല്ല, കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരല്ല. വർക്ക് ചെയ്യാത്തവർക്ക് കമ്പനി ഒന്നും കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ 6 മാസം തുടർച്ചയായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഇന്നലെ മിനിയാന്ന് റമി സാർ പറഞ്ഞു തന്നു. അപ്പോൾ അത് മനസ്സിൽ വെക്കുക. ഇനി അടുത്ത വരുമാനം നമുക്ക് ടീം ബിൽഡിങ്ങിൽ എങ്ങനെയാണ് വരുന്നത്? അടുത്ത വരുമാനം വരണമെങ്കിൽ നമ്മൾ ഒരാൾ ജോയിൻ ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചധികം സാധനങ്ങൾ വാങ്ങാം, 5000 PV വരെ എത്തിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് അവര് കൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ PV കൂട്ടാം. PV എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റ് നമുക്ക് തന്ന ശേഷം കമ്പനിയുടെ കയ്യിൽ വരുന്ന നീക്കുബാക്കി. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേസ്റ്റിന് 25 രൂപ PV ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് കുറച്ച് 2000 രൂപയുടെ സാധനങ്ങൾ മേടിച്ചു വരുമ്പോൾ നമുക്ക് ഒരു 1000 PV നിർബന്ധമായിട്ടും വരും. ഏതൊരു പാവപ്പെട്ട വീട്ടിലേക്ക് 3000-4000 രൂപയുടെ സാധനം മിനിമം വേണമെന്ന് ഞാൻ ഏത് ക്ലാസ്സിൽ ചോദിച്ചാലും ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ഒരു 5000 PVക്ക് ഇത്ര പേരുത്ത ബുദ്ധിമുട്ട് ആർക്കുമില്ല. 5000 PV കടന്നാൽ നമ്മളും നമ്മുടെ താഴെ വരുന്ന നമ്മുടെ മൊത്തം ടീമും കൂടി 5000 PV ചെയ്താൽ 2% നമ്മൾ വാങ്ങിക്കുന്നതിന്റെ PVയുടെ 2% നമുക്ക് അക്കൗണ്ടിലേക്ക് കമ്പനി തിരിച്ചു തരും, ലാഭവിഹിതമായിട്ട് തരും. ഇനിയും നമ്മൾ പതുക്കെ ആളുകളെ കൂട്ടി മുമ്പോട്ട് പോകുമ്പോൾ അവരും സാധനങ്ങൾ മേടിക്കും, നമ്മളും സാധനങ്ങൾ മേടിക്കും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂടി PV പതുക്കെ കൂടി വരും. അപ്പോൾ മൊത്തം താഴെയുള്ള ആളുകളുടെ PVയും എന്റെ PVയും കൂടി കൂട്ടി അത് 10000 കടന്നാൽ 4.5%, അതായത് 2.5% കൂടി കൂടിയിട്ട് 4.5%ത്തിലേക്ക് എത്തും. അപ്പൊ ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങളിൽ 4.5% എനിക്ക് തിരിച്ച് ബാങ്കിലേക്ക് തരും. ഇനി വീണ്ടും ആളുകളെ കൂട്ടുന്നു, അതായത് നമ്മൾക്ക് പരിചയമുള്ള മൊത്തം ആളുകളിലേക്ക് ഈ സാധനം എത്തിക്കുക എന്നുള്ളതാണ് ആളുകളെ കൂട്ടുക എന്ന് പറഞ്ഞത്. നിങ്ങളൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതിൽ ലാഭമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ കൂടപ്പിറപ്പുകളോടെങ്കിലും നിങ്ങൾ പറയും. അത് നിങ്ങളുടെ ഭാര്യയുടെ കൂടപ്പിറപ്പുകളോട് പറയും, നിങ്ങളുടെ കൂടപ്പിറപ്പുകളോട് പറയും, നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരോട് പറയും, നിങ്ങളുടെ കൂട്ടുകാരോട് പറയും, നിങ്ങളുടെ അയൽവക്കക്കാരോട് പറയും. ഇവരോടൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഒരു വലിയ കുഴപ്പമുണ്ട്. എന്നാന്നറിയോ? മാർക്കറ്റിൽ നിന്ന് 74 രൂപയ്ക്കും 79 രൂപയ്ക്കും വാങ്ങേണ്ടിയിരുന്ന പേസ്റ്റ് നിങ്ങൾ 43 രൂപയ്ക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്.
ഈ ദൈവാനുഗ്രഹം നിങ്ങളുടെ കയ്യിൽ മാത്രം വെക്കാനുള്ളതല്ല, അത് മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാനുള്ളതാണ്. അത് നിങ്ങൾ അടുത്ത ആൾക്ക് കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അടുത്ത ആൾക്ക് കൊടുത്താൽ നിങ്ങൾക്കത് തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ 10 ഇരട്ടിയായിട്ട് തിരിച്ചു വരും. അങ്ങനെ പടിപടിയായിട്ട് നമ്മുടെ ബിസിനസ് വോളിയം നമുക്ക് കൂട്ടാൻ സാധിക്കും. നമ്മുടെ കൂട്ടത്തിൽ വന്നവരെ കൊണ്ടും അവരുടെ സ്വന്തക്കാരോടും ബന്ധക്കാരോടും പറയാൻ സാധിക്കും. നമ്മുടെ പരിചയക്കാരിലേക്ക് മൊത്തം എത്താൻ പറ്റും. 2.5% വെച്ച് കൂടി വന്ന് 3.5 ലക്ഷം PV എപ്പോഴാവുന്നു അപ്പോ നമ്മൾ 22% എത്തും. അവിടുന്ന് മുകളിലേക്ക് നമുക്ക് 22% മാത്രമാണ് ഉണ്ടാവുക. ഇനി അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ പ്രൊഡക്റ്റിന്റെയും PV എത്രയാണോ അതിന്റെ 22% കമ്പനി നമുക്ക് തിരിച്ചു തരും. ഇനി നമുക്ക് എങ്ങനെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നോക്കാം. നമ്മൾ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് വലുതാവുന്നത്? ഹൗ യുവർ ബിസിനസ് ഗ്രോസ്. 2000 രൂപ മുടക്കി DP MRP അല്ലട്ട, തെറ്റിദ്ധരിക്കരുത്. ഒരു MRP ഇവിടെയില്ല. 2000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നു. മിനിമം, ഏറ്റവും മിനിമം 2000 രൂപ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാധാരണ വീട്ടിലേക്ക് പോലും 4000 രൂപയുടെ പ്രൊഡക്റ്റ് ആവശ്യമുള്ള സമയത്താണ് നമ്മൾ 2000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി നമ്മളോട് വാങ്ങാൻ പറയുന്നത്. 1000 PV, നേർപകുതി ഏതാണ്ട് 1000 PV വരും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫ്രീ പ്രൊഡക്റ്റ് മിനിമം 12% നമുക്ക് കിട്ടും. തുടർച്ചയായിട്ട് 6 മാസം വാങ്ങിച്ചാലേ കിട്ടുള്ളൂ. അപ്പോ 120 × 6, അതാണ് RCMൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഇൻകം. നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങാം. ഈ മാസം ഏതാണ്ട് 11,000 ചില്ലാൻ രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിയ ആളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവത്തിന് നന്ദി, TCGക്ക് നന്ദി, RCMന് നന്ദി. കാരണം ഞാൻ ഇത്രയും നാള് ഈ ഒരു ജീവിതം മുഴുവൻ ജീവിച്ചിട്ട് ഇത്രയും സാധനങ്ങൾ കണ്ട മാളുകളിൽ നിന്ന് മുഴുവൻ വാങ്ങിച്ചിട്ട് 5 പൈസയുടെ മിഠായി പോലും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കൊച്ചു ചെറുതായിരുന്ന സമയത്ത് കുറെ ഫ്രീ കിട്ടിയിട്ടുണ്ട്. ആ ഫ്രീ കളയാൻ വേണ്ടി കാശ് മുടക്കേണ്ടി വന്ന ഡാർക്കും വേണ്ടാത്ത പ്ലാസ്റ്റിക്കിന്റെ കുറെ ഫ്രീ. പക്ഷെ ഇവിടെ എനിക്ക് കിട്ടിയത് ന്യൂട്രി ചാർജിന്റെ സപ്ലിമെന്റ്സ് ആണ്, പ്രോട്ടീൻ ആണ്, വൈറ്റമിൻ ആണ്, അതുപോലെയുള്ള പ്രൊഡക്റ്റുകളാണ്, വെജൊമേഗയാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. എനിക്ക് RCM തരുന്ന മൊത്തം എന്റെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വ്യക്തിക്ക് 11,000 ചില്ലാൻ രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ഒരു മാസം ഒരു വീട്ടിലേക്ക് കിട്ടുമ്പോൾ വരുന്ന സന്തോഷം, അത് അനുഭവിച്ചാലേ മതിയാവുള്ളൂ. ഇവിടെയുള്ള ഒത്തിരി ആളുകൾക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ കിട്ടി, അതിന്റെ ലാഭത്തിന്റെ ഷെയർ ബാങ്കിൽ തന്ന ശേഷമാണ് ഈ ഫ്രീ പ്രൊഡക്റ്റ് തരുന്നത്. അതും കൂടി ആലോചിച്ചോളൂ കേട്ടോ. ഇനി രണ്ടാമത്, ഇത് കൂടാണ്ട് ഇത്തിരി ചില്ലറ വേറെയും കൂടി കാശ് കമ്പനി തരും. അതൊന്നും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ട് അതെല്ലാം സ്കിപ്പ് ചെയ്യാണ്. എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങേണ്ടി വരും. എന്താണ് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് പറയാൻ കാര്യം? ഞാൻ എന്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റുകളൊക്കെ കുറവായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ ആകെ കണ്ണിൽ പിടിക്കുന്നത് ഉപ്പ്, മുളക്, മല്ലി, മഞ്ഞള്, ആട്ട, ഓയില്, സോപ്പ്, പേസ്റ്റ്, കഴിഞ്ഞ് ബസ്, പിന്നെ കായം, ഇത്രയും സാധനം മാത്രമേ എന്റെ കണ്ണിൽ കാണുള്ളൂ. അതും വില കുറഞ്ഞ സോപ്പേ വരുള്ളൂ. വില കൂടിയ സോപ്പിലൊന്നും തൊടില്ല. എന്റെ ഒരു രീതി. കാരണം നമ്മൾ അത്രയും നാൾ ജീവിച്ചു പോകുന്ന, പിശുക്കി ജീവിച്ചു പോരുന്ന ആ ഒരു, കാരണം ഉള്ളത് കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ലാവിഷ് ആയിട്ട് ചെലവാക്കി കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന അങ്ങനെ പിടിച്ച് ചെലവാക്കാനാണ്. അപ്പൊ നമ്മൾ അത് മാത്രമേ വാങ്ങുള്ളൂ. വേറൊന്നും നമ്മുടെ കണ്ണിൽ പെട്ടിട്ടില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോൾ എന്നോട് നോബൽ സാർ, എന്റെ ലീഡർ, വളരെ കൃത്യമായിട്ട് പറയുമായിരുന്നു, ജോബിച്ചേട്ടാ ഇതില് പ്രോട്ടീൻ പൗഡർ ഉണ്ട്, വൈറ്റമിൻ ടാബ്ലറ്റ് ഉണ്ട്, നമുക്ക് അതിന് നല്ലതാണ്, ഇതിന് നല്ലതാണ്. ഇപ്പൊ ഞാൻ കടയാക്കുന്നു. പൊന്നു നോബലെ, ഞങ്ങൾ പഴയ പരിചയക്കാരാണ്. എന്നെ ചേട്ടാന്ന് വിളിക്കും, ഞാൻ പേര് വിളിക്കും. എന്റെ പൊന്നു നോബലെ, ഞാൻ ഇത്രയും നാള് കഞ്ഞിയും ചമ്മന്തിയൊക്കെ കുടിച്ച് ജീവിച്ച ആളാണ്. ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നതാണ്. പാവം, അതിനെ കളിയാക്കും. പക്ഷെ ഇന്ന് എന്റെ ലീഡർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കും. കാരണം പഠിച്ചു വരുമ്പോഴേക്കും, മനസ്സിലാക്കി വരുമ്പോഴേക്കും, നമ്മൾ ഓരോ പ്രാവശ്യം ഷോപ്പിൽ ചെല്ലുമ്പോഴേക്കും നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. എത്ര കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുക. കാരണം ഇത് ഉപയോഗിക്കാതെ നമുക്ക് മറ്റൊരാളോട് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ സംശയങ്ങൾ ഉണ്ടാവും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആള് ഒരു പ്രൊഡക്റ്റ് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കില്ല. അവർ നിങ്ങൾ ഷെയർ ചെയ്യാൻ ചിന്തിക്കണമെങ്കിൽ പോലും അവരത് മൈൻഡ് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു സാധനം മറ്റൊരാൾ എടുക്കില്ല. അപ്പൊ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്നവർ കൂടുതൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കും, കൂടുതൽ PV ഉണ്ടാവും. ഇനി കൂടുതൽ
പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കൂടുതൽ PV ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു RCMലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കമ്പ്യൂട്ടർ വിൽക്കാനും ലാപ്ടോപ്പ് വിൽക്കാനും മാത്രമേ അറിയുള്ളൂ. ഞാൻ പഠിച്ചിരിക്കുന്നതും പ്രൊഫഷണലി IT ബേസ് ചെയ്തായതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ വരും. പിന്നെ അല്പം കണക്കും പഠിപ്പിക്കാൻ അറിയാവുന്നത് കൊണ്ട് കണക്കും വരും. വേറെ ഒന്നും എനിക്കറിയില്ല. അപ്പൊ എനിക്ക് അറിവ് എവിടെന്നെങ്കിലൊക്കെ കിട്ടിയേ പറ്റൂ. അതിന് നിർബന്ധമായും ഞാൻ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. അവിടുന്ന് എനിക്ക് നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ കിട്ടും. മൈക്ക് പിടിക്കാൻ പഠിക്കാം, അത്യാവശ്യം വേണ്ടപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം, വരുമാനം എങ്ങനെ ഉണ്ടാക്കുന്നത് പഠിക്കാം. ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല നല്ല ട്രെയിനിങ്സ് ഉണ്ടാവും. ഇനി ഈ ട്രെയിനിങ് എല്ലാം കിട്ടി ഉള്ളില് കാര്യങ്ങൾ ഇൻഫർമേഷൻ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഇതൊന്ന് പുറത്തേക്ക് വരണമെങ്കിൽ തൊട്ടാൽ കത്തുന്ന രീതിയിൽ വേണം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ. അതല്ലാതെ ഒരു RCM ഉണ്ട്, വലിയ കൊള്ളാം, അങ്ങനെ ഇങ്ങനെ നമ്മളൊരു വളരെ തണുപ്പം മട്ടിൽ പറഞ്ഞ ഒരാൾ പോലും നമ്മളെ കേൾക്കാൻ തയ്യാറാവില്ല. പകരം നമ്മൾക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റണം. പൂർണ്ണ വിശ്വാസത്തോട് പറയാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ചാർജ് വേണം. അപ്പോൾ ആ ബാറ്ററിനൊന്ന് ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. മീറ്റിങ്ങുകൾ ചെല്ലുമ്പോൾ ജനസാഗരങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മളും അറിയാതെ അവരിൽ ഒരാളാവും. നമ്മുടെ ഉള്ളില് ഒരു ബോധ്യം വരും, നമ്മളും ഈ വലിയ കമ്മ്യൂണിറ്റിയിൽ ഒരാളാണ്, നമ്മളും ഈ കമ്പനിയുടെ ഒരു പാർട്ട്ണറാണ്. ഈ ഒരു ബോധ്യം നമുക്ക് എന്ന് വരണോ അന്ന് നമ്മളെ തൊട്ടക്കത്തും അതിന് നമ്മൾ മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഒരു മാസം മിനിമം 2 മീറ്റിംഗ് എങ്കിലും അറ്റൻഡ് ചെയ്യണം. കാരണം ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ചാർജ് ഇറങ്ങിപ്പോകും. കാരണം നമ്മൾ കാണുന്നവർ മുഴുവൻ നമ്മളോട് നെഗറ്റീവ് ആയിരിക്കും പറയുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പോസിറ്റീവ് പറയുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു നിവൃത്തിയില്ലാതെ നമ്മളെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവരെ നമ്മൾ കൺവിൻസ് ചെയ്ത് ആക്കണമെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഡൗൺ ആയി വരുമ്പോൾ മീറ്റിങ്ങുകളാണ് നമുക്ക് ആ ചാർജ് തരുന്നത്. ഇനി ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യണം. ഡിസ്പ്ലേ വാൾ എന്ന് പറയുമ്പോൾ 2 രീതിയിലുള്ള ഡിസ്പ്ലേ വാൾ ഉണ്ട്. ഒന്ന് ബില്ലിംഗ് ഡിസ്പ്ലേ വാൾ ഉണ്ട്, ഒന്ന് ബില്ല് ചെയ്യാത്ത ഡിസ്പ്ലേ വാൾ ഉണ്ട്. തുടക്കകാലത്ത് ഞങ്ങളെല്ലാം തുടങ്ങിയ സമയത്ത് ഞാനെല്ലാം RCMൽ വന്നപ്പോൾ ഡിസ്പ്ലേ വാൾ എന്നൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ബില്ലിംഗ് ഡിസ്പ്ലേ വാൾ ഉണ്ടായിരുന്നില്ല. പകരം 3 മാസത്തേക്ക് വേണ്ട വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുന്നു, വീട്ടിൽ വെക്കുന്നു, ഞങ്ങൾ ഉപയോഗിക്കുന്നു, ഞങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാവരെയും അത് കാണിക്കുന്നു. ആര് വന്നാലും ഇത് കാണാണ്ട് പോവില്ല, ആര് വന്നാലും ഇത് കേൾക്കാണ്ട് പോവില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കും ഈ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഷെയർ ചെയ്യുന്നു. വളരെ സന്തോഷമായിട്ട് പോകുന്നു. തീരുന്നതനുസരിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. ചുരുക്കത്തിൽ നമ്മുടെ വീട്ടിൽ 3 മാസം ഒരു പഞ്ഞമില്ലാതെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്ഥിരം സ്റ്റോക്ക് ഉണ്ടാവും. അത് ഒന്നാമത്തെ ഡിസ്പ്ലേ വാള്. രണ്ടാമത്തെ ഡിസ്പ്ലേ വാള് നമുക്ക് കുറച്ച് ആളുകൾ ഇതിലേക്ക് കൊണ്ടുവരാം. ഈ കൊണ്ടുവരുന്ന ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങിച്ച് അവരുടെ പേരിലേക്ക് ബില്ല് ചെയ്യാൻ ഷോപ്പുകാരന് സമയം നോക്കി നിൽക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ബില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് ബില്ല് ചെയ്തെടുക്കാം. വളരെ സ്മൂത്ത് ആയിട്ട് ബിസിനസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് ബില്ലിംഗ് ഡിസ്പ്ലേ വാളും ഉപയോഗിക്കാം. അപ്പോൾ ബില്ലിംഗ് ഡിസ്പ്ലേ വാൾ ഉപയോഗിക്കാം, ബില്ല് ചെയ്യാത്ത ഡിസ്പ്ലേ വാൾ ഉപയോഗിക്കാം. ഇനി ഈ ഡിസ്പ്ലേ വാള് തുടങ്ങിയ മാത്രം പോരാ, ഇതൊന്ന് ഇനോഗ്രേറ്റ് ചെയ്യണം. എന്താ കാര്യം? വീടിന്റെ അടുത്തുള്ളവർ അറിയണം, സ്വന്തക്കാരറിയണം, ബന്ധക്കാരറിയണം, കൂട്ടുകാരറിയണം. അപ്പോ അവരെല്ലാം വന്ന് ഈ സാധനങ്ങൾ വാങ്ങും. എന്നിട്ട് അവര് നമ്മളോട് ചോദിക്കും, ഞങ്ങൾക്കും ഇതുപോലെല്ലാം ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ ഒരു ഇനോഗ്രേഷൻ നിങ്ങളുടെ ഒരു ലീഡറിനെ വിളിച്ച് നിങ്ങൾ നടത്തിയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരും നിങ്ങളുടെ സ്വന്തക്കാരും ബന്ധക്കാരും പരിചയക്കാരും എല്ലാം വളരെ കൃത്യമായിട്ട് അറിയും. അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കേണ്ടിയിരുന്ന ആളുകൾ വേറെ ആരുടെയെങ്കിലും ഒക്കെ ഗ്രൂപ്പില് RCM വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. അപ്പോൾ അത് വരാതിരിക്കാൻ ഒരു ഡിസ്പ്ലേ വാള് ഇനോഗ്രേഷനും കൂടി നടക്കുക. ഇനി നിർബന്ധമായിട്ടും നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഷെയർ ചെയ്യണം. സെയിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ സെല്ലിംഗ് അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് MRPയിൽ തന്നെ കൊടുത്തോളൂ, അതിന്റെ പ്രോഫിറ്റ് മേടിച്ചോളൂ, വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തോളൂ. ഇനി അവർ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഇതിന്റെ എല്ലാ വഴികളും അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ 74 രൂപയ്ക്ക് പേസ്റ്റ് മേടിക്കേണ്ട ആൾക്ക് 43 രൂപയ്ക്ക് കിട്ടാന്ന് വെച്ചാൽ ഒരാളും വേണ്ടാന്ന് പറയില്ല. അത് പറയാതിരിക്കണമെങ്കിൽ ആദ്യം ഇതൊന്ന് അവരുടെ അടുത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് നമുക്കുണ്ട്. അതാണ് സെല്ലിംഗ് ഓർ ഷെയറിംഗ് മോർ പ്രൊഡക്റ്റ്. ഇനി അണ്ടർസ്റ്റാൻഡിങ് സ്കോപ്പ് ഓഫ് DC എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ക്ലബ്.
ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഡയമണ്ടിലേക്കുള്ള യാത്രയിലെ ഏറ്റവും ആദ്യം നമ്മൾ എടുക്കേണ്ട ചവിട്ടുപടിയാണ് ഡയമണ്ട് ക്ലബ്ബ്. 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയ്ക്ക് 5000 ബിസിനസ് വോളിയം ചെയ്യുക എന്നുള്ളതാണ് ഡയമണ്ട് ക്ലബ്ബ്. അത് എല്ലാവരും ചെയ്യേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും വരുമാനം വേണോ, ഡയമണ്ടിലേക്കുള്ള യാത്രയിൽ ഭാഗഭാക്കാക്കണോ, അതായത് നിസ്സാരം 1000, 2000, 3000 വരുമാനം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. വലിയ വലിയ വരുമാനം വേണ്ടവര് നിർബന്ധമായിട്ടും ഡയമണ്ട് ക്ലബ്ബിൽ വേണം തുടങ്ങാനായിട്ട്. അങ്ങനെ ഗൗരവമായിട്ട് ചെയ്യുന്ന ഓരോരുത്തരും ഡയമണ്ട് ക്ലബ്ബ് ചെയ്തിരിക്കണം. 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയ്ക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ കുടുംബത്ത് വന്നിരിക്കണം. ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ സാധനങ്ങൾ ഉണ്ടാവും. അത് കൂടാണ്ട് കുറച്ച് പ്രൊഡക്റ്റും കൂടി നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ബിസിനസ് അങ്ങനെയാണ്. സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടാണ് വിൽക്കുന്നത്, അല്ലാണ്ട് ഓർഡർ എടുത്ത് കൊണ്ടുവന്നിട്ടല്ല വിൽക്കുന്നത്. ഈ സാധനങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും മാർക്കറ്റിൽ കൊടുക്കും, ഇത് വിൽക്കും. ഇത് വിറ്റ് കഴിയുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. അവർ നമ്മുടെ ടീമിലേക്ക് വരും. ഡയമണ്ടിലേക്കുള്ള യാത്രയുടെ സ്പീഡ്, ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് പ്രോഡക്റ്റ് കൂട്ടുന്ന സ്പീഡ് എന്തോരം കൂട്ടുന്നോ അത്രയും സ്പീഡിൽ നമുക്ക് മുമ്പോട്ട് പോവാം. ഇനി നമ്മൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്ക് കൂടുതൽ പഠിക്കണം. ലേണിംഗ് മോർ ഫോർ ഏർണിംഗ്. ഇനി എന്താ നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കേണ്ടത് പ്രൊഡക്റ്റുകളെ പറ്റി കംപ്ലീറ്റ് പഠിക്കണം. നമ്മൾ 10-ാം ക്ലാസ്സും ഡിഗ്രിയും PGയും എല്ലാം പഠിച്ചു. എന്തിനു പഠിച്ചു? മാർക്ക് കിട്ടാൻ വേണ്ടി പഠിച്ചു. ഇനി അടുത്ത പഠിത്തം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ജീവിക്കാൻ വേണ്ടിയുള്ള പഠിത്തമാണ്. ഇത് മറ്റൊരാൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള പഠിത്തമാണ്. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തെറ്റിപ്പോവും. ചിലപ്പോൾ ന്യൂട്രിചാർജ് മാനും വുമണൊക്കെ ദിവസം 2-3 കഴിക്കാൻ നമ്മൾ പറഞ്ഞു പോകും. അപ്പോ ആദ്യകാലങ്ങളിൽ അങ്ങനെ തെറ്റ് പറ്റിയവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറ്റാതിരിക്കാൻ എന്ത് പറ്റണം? പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കണം. പിന്നെ സിസ്റ്റത്തെ പറ്റി പഠിക്കണം. സിസ്റ്റത്തെ പറ്റി പഠിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് ഓടിക്കാം. വരുമ്പോ കുറെ സെയിൽ ചെയ്താൽ മതി എന്ന് വിചാരിക്കും. കുറെ ഓടി നടന്ന് സെയിൽ ചെയ്യും. അവസാനം കിതച്ച് നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതല്ലായിരുന്നു ചെയ്യേണ്ടിരുന്നത്. കുറെ ആളുകൾ വരും. ഞാൻ നേരത്തെ പറഞ്ഞു ബൈ ചോയ്സ് വരുന്ന ആളുകളുണ്ട്. അവര് കുറെ ആളുകളൊക്കെ അങ്ങോട്ട് ചേർക്കും. അപ്പുറത്ത് ചേർക്കും, ഇപ്പുറത്ത് ചേർക്കും. ലീഡർമാരായിട്ട് ഒരു ബന്ധമില്ലാണ്ട് മുമ്പോട്ട് പോകും. കുറച്ച് കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഈ കണ്ടത്തിൽ ഞാറ് നടന്നൊരു പരിപാടി ഉണ്ട്. നെല്ലിന്റെ ഇത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് സെപ്പറേറ്റ് തിരിച്ച് ഞാറ് നടന്നൊരു പരിപാടി ഉണ്ട്. ഈ നാറ് നട്ട് അവസാനം അറ്റം ചെന്ന് തിരിഞ്ഞു നോക്കിക്കുമ്പോൾ നട്ട ഞാറെല്ലാം കരിഞ്ഞിരിക്കുന്നു. അതൊന്നും ജീവനോടെ ഇല്ല. അതായത് ചേർത്ത ആളുകളൊന്നും സിസ്റ്റത്തിലേ ഇല്ല, ടെർമിനേറ്റ് ആയിപ്പോയി. കാരണം എന്താണ്? നമ്മള് ആളെ ചേർക്കാൻ മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്ക് എന്ത് കൊടുക്കണം എന്ന്, അതായത് സിസ്റ്റം നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഇവിടെ വരുന്ന ഓരോരുത്തരും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പ്രൊഡക്റ്റ് പഠിക്കണം. കൃത്യമായിട്ട് നിങ്ങൾ സിസ്റ്റം പഠിക്കണം. ഇനി നമ്മൾ ഡയമണ്ട് ക്ലബിൽ കൂടെ എങ്ങനെ നമ്മുടെ ബിസിനസ് വലുതാക്കാം എന്ന് പഠിക്കാൻ പോവാണ്. ഡയമണ്ട് ക്ലബ്ബ് 5000 PV നിർബന്ധമായിട്ടും ചെയ്യണം. ഞാൻ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നു, ആർക്കൊക്കെ വരുമാനം വേണോ, വരുമാനം വേണ്ട മൊത്തം ആളുകളും ഡയമണ്ട് ക്ലബ്ബ് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് വരില്ല. പ്രൊഡക്റ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധിതനാവില്ല ഇത് കൊടുക്കാൻ. നിങ്ങൾ നിർബന്ധിതനായില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയാ, അകത്തേക്ക് വലിക്കുക, ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, പണിയെടുക്കാതിരിക്കുക, അങ്ങനെ ഒരു മൈൻഡ് എല്ലാവരും മനസ്സിലുണ്ട്. ഒരാളുടെ മനസ്സിൽ ഇല്ലാതില്ല. അത് ഉണർന്നാൽ പ്രശ്നമാണ്, നമ്മുടെ വരുമാനം നിന്ന് പോകും. പക്ഷെ കയ്യിൽ സാധനങ്ങൾ ഇരിക്കുമ്പോൾ ഇത് വിറ്റ് തീർക്കാൻ പറ്റാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഇൻകം, കാശ് നമുക്ക് തിരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാലേ അടുത്ത റോളിംഗിൽ ഈ വണ്ടി പോവുള്ളൂ. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും 5000 ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നതാണ്, ഞാൻ ആദ്യം കാണിച്ചപ്പോ 5000 തുടങ്ങി 9999 വരെ 2% കാണിച്ചിരുന്നു. ആ സ്ലൈഡ് നിങ്ങൾ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിൽ അതുണ്ട്, നോക്കിയെടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ www.rcmworld.com ചെന്ന് കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്. അവിടെയും അത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ അത് കോപ്പി ചെയ്തെടുക്കാം. ഇനി അപ്പോ 5000 ചെയ്ത ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നത് 2% 100 രൂപയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ സാധനം കിട്ടി, ഹോൾസെയിൽ പ്രൈസിലല്ല, റീറ്റെയിൽ പ്രൈസിലല്ല, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ സാധനം കിട്ടി. അതിന്റെ ലാഭം കമ്പനി തിരിച്ചു തരുന്നു. എങ്ങനെയുണ്ട്? ഇതുപോലൊരു കമ്പനി എന്റെ ജീവിതത്തിൽ, എന്റെ അറിവിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടുണ്ട് വലിയ വിലയ്ക്ക്, അതായത് 250 രൂപയുടെ സോപ്പ്, 150 രൂപയുടെ പേസ്റ്റ്, അങ്ങനെയൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കണം. ഇത് അങ്ങനെയല്ല. 43 രൂപയുടെ പേസ്റ്റ്, 27 രൂപയുടെ സോപ്പ്, ഏറ്റവും സാധാരണക്കാരൻ ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് 5000 PV പ്രോഫിറ്റ് എപ്പോ എത്തുന്നോ ആ PV വരുമ്പോ
ഒരു മാസം അത്രയുണ്ടെങ്കിൽ 2% നമുക്ക് 100 രൂപ തിരിച്ച് ഇന്ന് വരെ ആരും എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും വളരെ കണ്ണു തുറന്ന് നോക്കുക. ആദ്യത്തെ വരുമാനം 100 രൂപ. ഇനി കൃത്യമായിട്ട് 6 മാസം മേടിച്ചാൽ ഒരു മാസം 833 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. നിങ്ങൾക്ക് 5000 PV സാധനം മേടിച്ചാൽ 833 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, അടുത്തതിലേക്ക് പോയി. അടുത്തൊരു മാസം വരുമ്പോൾ നിങ്ങൾ ചേർന്നു ഒരാളെ കൂടി നിങ്ങൾ കൊണ്ടുവരികയാണ്. 5000 PV ചെയ്യുന്ന വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാള്. നമ്മൾ പറഞ്ഞു ബിസിനസ് വലുതാവണം, ടേൺ ഓവർ കൂടണം, PV കൂടണം, അപ്പോഴാണ് നമുക്ക് വരുമാനം കൂടുക. അപ്പൊ അങ്ങനെ വരുമാനം കൂടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, പർപ്പസ്ഫുള്ളി ചെയ്തേ പറ്റുള്ളൂ. ഇതില് ഷോർട്ട് കട്ട് ഒന്നുമില്ല. എളുപ്പത്തിൽ കാശ് ഉണ്ടാക്കാൻ ഇത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് നോക്കിയിരിക്കുന്ന പരിപാടിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി മറ്റുള്ളവരോട് പറഞ്ഞ് നമുക്ക് വേണ്ടപ്പെട്ട നല്ല വർക്കിംഗ് കപ്പാസിറ്റി ഉള്ള ആളുകൾ, കാശ് എല്ലാവർക്കും വേണം. അവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതിലെ ദേഹാധ്വാനം ഇല്ല, കാശ് മുടക്കില്ല, ഒരു കാര്യത്തിലും പേടിക്കാൻ പോലും ഇല്ല. പിന്നെ എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? എല്ലാവർക്കും പറയാം, എല്ലാവർക്കും പരിചയക്കാരുണ്ട്. അതിൽ നിന്ന് 5000 PV ചെയ്യുന്ന ഒരാളെ കൊണ്ടുവരിക. ഇനി അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുന്ന ഒരു 5 പേരെ കൊണ്ടുവന്നാലും ഈ കാര്യം നടക്കും. 2000 രൂപയ്ക്ക് സാധനം മേടിക്കുന്ന ഒരു 5 പേര് വന്നാലും 1000 PV വെച്ച് 5000 PV ആയി. അപ്പോ മൊത്തം 10000 PV വന്നാൽ ആ 10000ത്തിന് 4.5% നമുക്ക് കിട്ടും. അതായത് നമുക്കും, ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്കും എന്റെ ടീമിനും കൂടി വേണ്ടിയിട്ട് ഈ 4.5%. എനിക്ക് ഒറ്റയ്ക്കല്ല, തെറ്റിദ്ധരിക്കരുത്. എനിക്കും എന്റെ ടീമിനും കൂടി 4.5%, 450 രൂപ. എന്റെ താഴെ വരുന്ന ആ ടീമോ ആളോ ആരാണോ അവർ മേടിക്കുന്ന 5000 PVയുടെ 2% 100 രൂപ കുറച്ച് ബാക്കി 350 രൂപ എനിക്ക് തിരിച്ചു കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നേരത്തെ എനിക്ക് 100 രൂപ മാത്രം കിട്ടി 5000 മേടിച്ചപ്പോ. ഇപ്പൊ 5000 മേടിച്ചപ്പോ എനിക്ക് 350 കിട്ടി. ആ ഒരു കൂടുതൽ കിട്ടിയത് എപ്പോഴാ കൂടുതൽ കിട്ടിയത്? 250 രൂപ കൂടുതൽ കിട്ടിയത് ഞാൻ കുറച്ചു പേരെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുവന്നു. എന്റെ താഴെ ഒരു 5000 PV ഞാൻ ജനറേറ്റ് ചെയ്തു. ഞാൻ വാങ്ങിക്കുന്നതിൽ ഒരു കൂടുതലും ഇവിടെ വന്നിട്ടില്ല. ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് വരുമ്പോ ഇത് കണ്ടമാനം എന്താ പറയാ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. നമ്മൾ ചെയ്യുന്നത് വളരെ കൃത്യമാണ്, വളരെ കുറവാണ്. നമ്മൾ ചെയ്യുന്നത് ആളുകളെ കൂട്ടുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ആളുകളെ കൂടെ കൂട്ടാം. ഒരു 3 പേര്, നേരത്തെ ഒരാളെ കൊണ്ടുവന്നു, ഇനി 2 പേരെയും കൂടി കൊണ്ടുവരിക, അതല്ലെങ്കിൽ കുറച്ച് ആളുകളെ തന്നെ കൊണ്ടുവരിക. മൊത്തം 20000 PV നമുക്ക് വരികയും സ്വന്തമായിട്ട് നമുക്കൊരു 5000 PV ഉണ്ടായി. അതായത് നമ്മുടെ താഴെ വരുന്നവരെല്ലാവരും കൂടി 15 കൊണ്ടുവന്നു. ഞാൻ ഒറ്റയ്ക്ക് ഒരു 5000 PVയുടെ സാധനം വാങ്ങിച്ചു. എന്ന് പറഞ്ഞു, വളരെ ഗൗരവമായിട്ട് ചെയ്യുന്ന എല്ലാവരും വാങ്ങിക്കണം. അപ്പോ അത് വാങ്ങിച്ചു. 20ന്റെ 7% 1400 രൂപ എ സൈഡിലെ താഴെ വരുന്ന, അതായത് താഴെ ഒരു സെറ്റ സൈഡിനുള്ളൂ നേർക്ക് താഴേക്ക് വന്നേക്കുന്നത്. 4% വെച്ചിട്ട് 15000ന്റെ 675 രൂപ അവർക്ക് കൊടുക്കാനുള്ളതാണ്. 1400 രൂപ മുഴുവൻ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഞാനും എന്റെ ടീമും കൂടി കൊണ്ടുവന്നതാണത്. ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നത് വെറും 5000 ഉള്ളൂ. അപ്പൊ ടീമിന്റെയും കൂടി വന്നപ്പോ 1400 ആയി. 675 കൊടുത്ത് ബാലൻസ് 725 രൂപ എനിക്ക് ബിഗിനർ ആവുമ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി തരും. കൂടാതെ ഫ്രീ പ്രൊഡക്റ്റ് തരും. ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം 5000 മേടിച്ചപ്പോൾ 100 രൂപ കിട്ടി. ഇപ്പോ 5000 മേടിച്ചപ്പോ 725 രൂപ കിട്ടി. ഇതാണ് അർജുൻ സാറ് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഗ്രോത്ത് ഒന്നുമല്ല. 100 350 ആയി, നേരെ അത് 725 ആയി. ആ പോണ പോക്ക് കണ്ടോ? ഒരു മൾട്ടിപ്ലിക്കേഷൻ ഗുണനം രീതിയിലല്ല പോണത്. അത് എക്സ്പോണൻഷ്യൽ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആണ് അവിടെ വരുന്നത്. അപ്പോ ഫ്രീ പ്രൊഡക്റ്റ് വേറെ. ഇനി അടുത്തൊരു പൊസിഷൻ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി ആളുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ടോട്ടൽ PV വന്നിട്ട് 40000 ആവും. നമുക്ക് സ്വന്തമായിട്ട് ഒരു 10000 PV എന്ന് പറയുമ്പോൾ ആരും ഞെട്ടണ്ട. കാരണം നമ്മൾ ബിസിനസ്സിൽ സീരിയസ് ആയി. ഒരു 10 പേരെയോ 20 പേരെയോ കണ്ടാൽ നമ്മുടെ വീട്ടിലേക്ക് മേടിക്കുന്ന സാധനവും ഈ കണ്ട ആളുകളും മേടിക്കുന്ന സാധനം നമ്മൾ അവർക്ക് കൊടുത്താലേ PV കിട്ടുള്ളൂ. അതായത് ഞാൻ തമാശക്കെങ്കിലും പറയാറുണ്ട്, കേരളത്തിൽ ആദ്യം കിറ്റ് കൊടുത്തു തുടങ്ങിയത് ഞാനാണ്, ജോബി എന്ന് പറഞ്ഞ ആളാണ്. കാരണം എന്റെ തുടക്കകാലത്ത് അന്ന് 1000 രൂപ മതി സാധനങ്ങൾ മേടിക്കാൻ. അപ്പൊ ഈ 1000 രൂപയുടെ ജോയിനിങ്ങിന് 1000 രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഞാൻ അലീഷ്യ RCM PUCയിൽ എടപ്പള്ളിയിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് 700 രൂപയുടെ കിറ്റുകൾ വേഗം അവർ റെഡിയാക്കി തരും. ഞാൻ 2-3 പേരെ കാണും, ഡെയിലി പോകും. എന്നിട്ട്
എൻ്റെ PV അതിൽ കൂടെ നടന്നോളും. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കാരണം ഗൗരവമായിട്ട് വരുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെ തുടക്കത്തിൽ കണ്ടേ പറ്റൂ. നിങ്ങളുടെ ടീം വലുതാവാതെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവില്ല. അപ്പൊ ഒരു 40,000 PV അവിടെ വന്നെങ്കിൽ 9% നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ടീമിന് ഉൾപ്പെടെ കിട്ടും. 3,800 രൂപ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് മൊത്തമായിട്ട് വരേണ്ടതാണ്. പക്ഷെ അവിടെ 30,000 PV താഴെയുള്ളവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീമിൽ വന്നവർ ചെയ്തിട്ടുണ്ട്. ആ ടീമിനുള്ള 2,100, 30,000 7%, 2,100 നമ്മൾ കൊടുത്ത് ബാലൻസ് വരുന്ന 1,700 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. വീണ്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വാങ്ങിച്ചതിന്റെ ഇരട്ടി വാങ്ങിച്ചായിരുന്നു. 5,000-ന്റെ ഇരട്ടി വാങ്ങിച്ചു. 10,000 അത് നമ്മൾ ഒറ്റയ്ക്കല്ല ഉപയോഗിച്ചത്, നമ്മൾ ഒത്തിരി പേരായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോ നമ്മുടെ വരുമാനം ഒന്ന് കൂടി, ഫ്രീ പ്രോഡക്റ്റും കൂടി കിട്ടി. അപ്പോ ഇനി ഒരു തെറ്റിദ്ധാരണ ആർക്കും വരരുത്. നമ്മൾ ബിഗിനർ ആവുമ്പോൾ കിട്ടിയ കാശ്, ഇപ്പൊ ചിലവര് ഒരു മാസം തന്നെ ബിഗിനർ ആവും, സ്റ്റാർട്ടർ ആവും. അപ്പോ ബിഗിനറിന്റെ കാശും സ്റ്റാർട്ടറിന്റെ കാശും ഒരുമിച്ച് കിട്ടുമെന്ന് തെറ്റിദ്ധാരണ പാടില്ല. ബിഗിനറായി അതേ മാസം സ്റ്റാർട്ടർ ആയ നിങ്ങൾക്ക് സ്റ്റാർട്ടറിന്റെ കാശ് മാത്രമേ കിട്ടുള്ളൂ. കാരണം നിങ്ങൾ സ്റ്റാർട്ടർ ആണ്, പിന്നെ ബിഗിനർ അല്ല. അപ്പൊ ഏത് പൊസിഷനാണോ ആ പൊസിഷനിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ചിലപ്പോൾ 5,000-ന് പകരം നിങ്ങൾ 10,000 ചെയ്തിട്ടുണ്ടാവും, 10,000-ന് പകരം 20,000 ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ വരുമാനം കൂടും. ഇതിലൊക്കെ വേരിയേഷൻ ഉണ്ടാവും. ഇത് ഏറ്റവും മിനിമം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്തൊരു ഗൗരവമുള്ള ഒരു തലത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആണ്, പങ്കുകാരാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കമ്പനി പുതിയൊരു സംഭവം അനൗൺസ് ചെയ്തു. എന്താണ്? കമ്പനിയുടെ ഓൾ ഇന്ത്യ ടേൺ ഓവറിന്റെ 1% നമ്മളുമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും അച്ചീവ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓപ്പണർ തുടങ്ങി, അതായത് RCM ഗൗരവമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും മിനിമം ബോണസ് എങ്കിലും ഉറപ്പാക്കിക്കൊണ്ട് കമ്പനി പുതിയൊരു അനൗൺസ്മെന്റ് കൊണ്ടുവന്നു. അപ്പോ എല്ലാവർക്കും കിട്ടുന്ന വരുമാനം കൂടാതെ എന്തുകൂടി കിട്ടും? ബോണസ് കൂടി കിട്ടും. ഓപ്പണറിന് 1 പോയിന്റ് 1 ഷെയർ, ഈഗിളിന് 2 ഷെയർ, അതായത് ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഇൻറ്റു 1, 2 ഷെയർ ആവുമ്പോൾ ഇൻറ്റു 2, 3 ഷെയർ ആകുമ്പോൾ ഇൻറ്റു 3, അങ്ങനെ 26 ഷെയർ വരെ കമ്പനി കൊടുക്കുന്നുണ്ട്, തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഗൗരവമുള്ള ഒരു രീതിയിലേക്കാണ് കയറാൻ പോകുന്നത്. ഓപ്പണർ തുടങ്ങി മുകളിലേക്ക് കമ്പനി വളരെ സീരിയസ് ആയിട്ടാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കമ്പനിയുടെ യഥാർത്ഥ പാർട്ട്ണർമാരാണെങ്കിൽ യഥാർത്ഥ രീതിയിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകണം. ഇത് കഴിഞ്ഞ മെയ് തുടങ്ങി മാർച്ച് വരെ, 2023 മെയ് തുടങ്ങി മാർച്ച് വരെ കമ്പനി ഓരോ മാസത്തിലും കൊടുത്ത ബോണസിന്റെ ചാർട്ടാണ്. 392 രൂപ തുടങ്ങി, സ്റ്റാറിന് 1,959 രൂപ തുടങ്ങി, ഇങ്ങനെ കൊടുത്ത് പല മാസങ്ങളിലും കൂടിയും കുറഞ്ഞും എല്ലാം വരുന്നുണ്ട്. ഒരു മാസം 4,948 രൂപ വന്നിട്ടുണ്ട്. വേറൊരു മാസം 7,620. അതായത് ബോണസ് ആണ്. മൊത്തം ടേൺ ഓവർ കൂടുന്നതും അച്ചീവേഴ്സിന്റെ എണ്ണവും തമ്മിലാണ് ഇത് ഡിവൈഡ് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോ ഇതുപോലെ എല്ലാ മാസവും ബോണസ് തരുന്ന ഒരു കമ്പനിയെ ഞാൻ ഇത്രയും എൻ്റെ ജീവിതത്തിൽ നോക്കിയിട്ട് കുറേ കച്ചവടം, കുറേ കമ്പനികളായിട്ടുള്ള ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ മൾട്ടിനാഷണൽ കമ്പനികളായിട്ട് ഞങ്ങൾക്ക് ഡീലുണ്ട്. ഇവരാരും 5 പൈസ മന്ത്ലി ബോണസ് ആയിട്ട് തന്നിട്ടില്ല. ആനുവൽ ബോണസ് പോലും ഇല്ല. പിന്നെ എങ്ങനെ മന്ത്ലി ബോണസ് കിട്ടുക? ഇനി ഈ തരുന്നതെല്ലാം കൂടി കൂട്ടി 12 മാസം ഉണ്ടെങ്കിൽ 12 മാസത്തെയും കൂടി കൂട്ടിയിട്ട് ഒരുമിച്ച് ഒന്നും കൂടി തരും. കഴിഞ്ഞ മെയ്യില് ഇങ്ങനെ ഒത്തിരി പേർക്ക് കാശ് കിട്ടി, എനിക്കും കിട്ടി കാശ്. അപ്പോ ഇവിടെ നമുക്ക് വൈറ്റൽ മന്ത്ലി ഗ്രോത്ത് ബോണസ് ഉണ്ട്, ആനുവൽ ഗ്രോത്ത് ബോണസ് ഉണ്ട്. ഓപ്പണർ ആവണമെങ്കിൽ നമുക്ക് മൊത്തം 70,000 PV എന്ന് വരും. 70,000 PV വരുമ്പോൾ നമുക്കൊരു ബി സൈഡ് കൂടി തുടങ്ങും. കാരണം അതല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരുമ്പോൾ വലിയ എമൗണ്ട് മേടിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞു 10,000 PV ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ചധികം ആളുകളിലേക്ക് എത്തണം എന്ന്. അപ്പോഴേക്കും നിങ്ങളുടെ ടീം വലുതായിട്ടുണ്ടാവും. ടീമിൽ കുറെ അധികം പേര് വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ലീഡേഴ്സിന് മനസ്സിലാവണം രണ്ടാമതൊരു സൈഡ് തുടങ്ങി നിങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് മക്കളെ കാരണവന്മാരെ കെട്ടിച്ചു വിടുന്ന പോലെയാ. ആൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണമെങ്കിൽ അവന് ഭാര്യനും കൊച്ചിനെയും നോക്കാനുള്ള കഴിവുണ്ടാവണം. അതല്ല പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ ഭർത്താവിനെയും മക്കളെയും മര്യാദയ്ക്ക് ശ്രദ്ധിക്കാനുള്ളതും ആ കുടുംബത്തിലേക്ക് വേണ്ട എന്തെങ്കിലും കുറച്ച് ചില്ലറ വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കൊടുക്കും. അതല്ലെങ്കിൽ 2 കഴിവുമില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഉള്ളെങ്കിൽ അവര് പ്രശ്നങ്ങളിലേക്ക് പോകും. പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാൻ അവർക്ക് അവരുടെ സ്റ്റാൻഡ് കിട്ടാൻ ഇതെല്ലാം കാരണവന്മാര് നോക്കിയിട്ട് ആവശ്യം ഉള്ള സമയത്ത് അവർക്ക് എപ്പോ അതിനുള്ള കപ്പാസിറ്റി ആവുന്നു
അപ്പോൾ അവരെ കല്യാണം കഴിച്ചയക്കും. അതുപോലെ നിങ്ങൾ ലീഡേഴ്സിനോട് കൂടെ ഇരുന്ന് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ രണ്ടാമത്തെ സൈഡ് തുടങ്ങുക, ഓപ്പണർ ആവുക. അപ്പോഴാണ് നിങ്ങൾക്ക് കുറെ കൂടി സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മേടിക്കേണ്ടി വരുമ്പോൾ കുറേ എമൗണ്ടിന്റെ സാധനങ്ങൾ മേടിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ടീം ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അങ്ങനെ ടീം ശ്രദ്ധിക്കാൻ പറ്റാതെ ആയാൽ നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിന് ബുദ്ധിമുട്ട് വരും. ഇനി ബി സൈഡ് ആരെങ്കിലും തുടങ്ങിയിട്ട് അവിടെയുള്ള ആരെങ്കിലും ലീഡർ നോക്കിക്കോളും എന്ന് തെറ്റിദ്ധരിച്ച നിങ്ങൾക്ക് തെറ്റി, ലീഡർ അവിടെ നോക്കില്ല. ഇനി നമ്മൾ നോക്കാതെ അയാൾ തന്നെത്താനെ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അയാൾ ചിലപ്പോൾ കുറച്ച് കാശിന് അത്യാവശ്യമുള്ള ഒരാളായിരിക്കും. ദയവ് ചെയ്ത് അങ്ങനെയുള്ള ആളുകളുടെ കണ്ണുനീര് നിങ്ങളുടെ ടീമിൽ വീഴാതിരിക്കട്ടെ. വീണാൽ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പോ നിങ്ങൾ ഒരാൾക്ക് ബി സൈഡ് കൊടുക്കുമ്പോൾ ആ ആള് 100% അവിടെ വരുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവരെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. 100% ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവർക്ക് ബി സൈഡ് കൊടുക്കണം. അപ്പോൾ ബി സൈഡ് നിങ്ങൾ ലീഡർമാരോട് ചോദിച്ച് തർക്കിക്കരുത്. കാരണം നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തരും. നിങ്ങൾ വലുതായാൽ മാത്രമേ ആ ലീഡറിന് മുമ്പോട്ട് വരാൻ. ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതാണ്. എന്റെ താഴെയുള്ളവരെ ഞാൻ സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു വരുമാനം മേടിച്ചു കൊടുക്കാൻ എപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നോ അപ്പോഴേ എനിക്കൊരു വരുമാനം വരും എന്നുള്ള തിരിച്ചറിവ് എനിക്ക് എന്ന് വരുന്നോ അന്ന് ഞാൻ ലീഡർ ആവുള്ളൂ, അന്നേ എനിക്കൊരു വരുമാനം ഉണ്ടാവുള്ളൂ. അത് നിർബന്ധമായിട്ടും ഓരോ ലീഡർമാരും ചെയ്തിരിക്കണം. ബി സൈഡ് തുടങ്ങുന്ന എല്ലാവർക്കും എക്സ്ട്രാ കടമകൾ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ഓപ്പണർ തുടങ്ങി കമ്പനി കുറേ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് തരുന്നതോടൊപ്പം ബോണസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തരുന്നത്. അപ്പോൾ നമുക്ക് 70,000 PV ടോട്ടൽ വേണം. അപ്പൊ അതിന് 12% ഫുൾ ടീമിനും കൂടി 8,400 രൂപ കമ്പനി അലൗട്ട് ചെയ്യും. എ ഗ്രൂപ്പിന് 50,000 PV ഉണ്ട്. അപ്പൊ 50,000 PVക്ക് നമ്മൾ ചാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടും 9.5%, 4,750 രൂപ. അതിൽ നിന്ന് 675 രൂപ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ബി സൈഡിനുള്ള, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ടീമിലുള്ളവർക്ക് വരുമാനം മേടിച്ചു കൊടുക്കണമെന്ന്. ഈ വരുമാനം അവർക്ക് പോണതാണ്. 4,250 രൂപ നമ്മുടെ എ സൈഡിൽ വരുന്നവർക്ക് പോകും, 675 രൂപ നമ്മുടെ ബി സൈഡിൽ വരുന്നവർക്ക് പോകും. അത് ഓരോരുത്തരുടെ ബാങ്കിലേക്ക് ചെല്ലും. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞ് ബാലൻസ് വരുന്ന 2,975 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അതിന്റെ കൂടെ ഒരു മാസത്തെ 1,012 രൂപ ബോണസും കൂടി കൂട്ടി 3,987 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഈ എമൗണ്ട് വരാൻ നിങ്ങൾ എന്ത് ചെയ്തു? വെറും 5,000 PVയുടെ സാധനങ്ങൾ മേടിച്ചു. അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മുളകും മല്ലിയും മഞ്ഞും സോപ്പും പേസ്റ്റും, നിങ്ങൾ എടുക്കുന്ന അണ്ടർവെയറും ബനിയാനും പാന്റും ഷർട്ടും തുടങ്ങി അത്യാവശ്യം നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട്, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് വാങ്ങിച്ചു. ഇത് ഇവിടെ നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ നിങ്ങൾ വാങ്ങണമായിരുന്നു. അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അത് വാങ്ങിച്ചപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 3,987 രൂപ. ഇത്രയും സുന്ദരമായ ഒരു പ്രസ്ഥാനം, ഇത്രയും ആസ്വദിച്ച് ചെയ്യാവുന്ന ഒരു സംഭവം നമ്മുടെ RCMലെ ടീം ബിൽഡിംഗ് തന്നെയാണ്. കാരണം നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മുടെ അക്കൗണ്ടിൽ കാശ് വരുന്നു. മന്ത്ലി ബോണസ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു ആനുവൽ ബോണസ് കിട്ടും, ഫ്രീ പ്രൊഡക്റ്റും കിട്ടും. ഇനിയും നമ്മുടെ ടീം വലുതായിക്കൊണ്ടിരിക്കും. കാരണം വരുന്നവരെല്ലാവരും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അവർക്ക് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നു, അവരുടെ കൂടെ നമ്മൾ പോയിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അവർക്ക് വേണ്ടി അവരുടെ ആളുകളെ കാണുന്നു, അവർക്ക് വേണ്ട മീറ്റിംഗുകൾ കൊടുക്കുന്നു. ഒരു ടീം വർക്കായിട്ട്, ഒറ്റയ്ക്കല്ല. നമ്മൾ നമ്മുടെ ലീഡറിന്റെ കൈ പിടിച്ചോളണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ വീഴാൻ പോയാൽ കുഞ്ചി ഒടിഞ്ഞു പോകും. അതല്ല, ലീഡറിന്റെ കൈ ഉണ്ടെങ്കിൽ നമ്മള് ബലം കുറഞ്ഞു വരുമ്പോൾ ലീഡറിന് അറിയാം ആ കൈ ഒന്നും കൂടി മുറുക്കണം എന്ന്. ലീഡർ മുറുക്ക പിടിച്ചോളും, ധൈര്യമായിട്ട് പിടിച്ചോ. RCMല് നേരത്തെ പറഞ്ഞു, താഴെയുള്ള ഒരാളെ രക്ഷപ്പെടുത്താതെ മുകളിലുള്ള ആൾക്ക് കയറി പോകാൻ പറ്റില്ല. അപ്പൊ ലീഡർ ഒരു കാരണവശാലും നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല. പക്ഷെ കൈ നിങ്ങളെ ലീഡറിന്റെ കയ്യിൽ കൊടുത്തിരിക്കണം, മസ്റ്റാണ്. അതുപോലെ നിങ്ങളുടെ താഴെയുള്ള ഒരാളെ കൈ നിങ്ങൾ പിടിച്ചിരിക്കണം. കാരണം അവിടെ ബലം കുറവുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവരുടെ കൈ വേണം. അപ്പോഴേ അവർക്ക് ബലം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിർബന്ധമായും ഒരു കൈ മുകളിലേക്കും അടുത്ത കൈ താഴേക്കും കൊടുത്തിരിക്കാം. മുകളിൽ പിടിക്കാൻ കൊടുക്കുക, താഴ്ത്തത് പിടിക്കുക. കാരണം ആ പിടിക്കുന്ന ആൾക്ക് മനസ്സിലാവുള്ളൂ എന്ത് ബലം കറക്റ്റ് ആണോ, കുറവുണ്ടോ, കൂടുതലുണ്ടോ എന്നൊക്കെ. ഇനി വീണ്ടും നമ്മുടെ ടീം വലുതാവും, നമ്മൾ അടുത്തൊരു പൊസിഷനിലേക്ക് കയറും. ഇതൊക്കെ പല മാസങ്ങളിൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഒറ്റ മാസം കൊണ്ട് തന്നെ പല സ്റ്റേജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാം. അങ്ങനെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ടീം മെമ്പേഴ്സ് നമ്മുടെ ടീമിലുണ്ട്, ഇവിടെ ഉണ്ട്.
അപ്പോ അങ്ങനെ നമുക്ക് ഒത്തിരി പെട്ടെന്ന് കയറി പോകണമെങ്കിൽ അങ്ങനെ പോവാം. ഇതിന് പല മാസങ്ങളൊന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 1,15,000 PV ടോട്ടൽ വന്നാൽ നമ്മൾ ഈഗിൾ എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് എത്തി. നമ്മൾ ഈഗിൾ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായും അതിന്റെ 14% 1,15,000 PVയുടെ 14% നമുക്ക് നമ്മുടെ ടീമിനും കൂടി കിട്ടും. ഇനി അത് എ ഗ്രൂപ്പിന് കൊടുക്കേണ്ടതുണ്ട്, ബി ഗ്രൂപ്പിന് കൊടുക്കേണ്ടതുണ്ട്. ഇത് രണ്ടും കൊടുത്ത ശേഷം നമുക്ക് 4,225 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അങ്ങനെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂടെ ഒരു മാസത്തെ ബോണസും കൂടി ആയിട്ടിരിക്കുന്നത് 2,022 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ മാസം ബോണസ് വരുന്നു 6,740. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പിശുക്ക് കാണിക്കാതിരുന്ന മാത്രം മതി. ആസ്യം വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോ നാണം പാടില്ല. പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് ഈഗിൾ പൊസിഷനിൽ വരുമ്പോൾ 6,747 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. ഇത് അപ്രോക്സിമേറ്റ് ആണ്, ഒരു ഏകദേശ കണക്കാണ്. കാരണം നിങ്ങൾക്ക് കൂടുതൽ മേടിക്കാം, കുറവ് മേടിക്കാം. പക്ഷെ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ പാലിച്ചിരിക്കണം, അപ്പോഴേ ഇതിലേക്ക് എത്തുള്ളൂ. ഇനി 1,15,000 PV ഒരുമിച്ച് ഒറ്റയടിക്ക് മേടിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം നന്നായിട്ട് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇതെല്ലാം ഒറ്റയ്ക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വേറൊരാൾ പോലും ഇവിടെ വരണം എന്നില്ല. അപ്പോൾ ഇതെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ എമൗണ്ട് കൂടുകയും ചെയ്യും. വേണമെങ്കിൽ ഒരു ലേശം കുറയാം. അങ്ങനെ കുറയേണ്ട കാര്യമില്ല, കാരണം ഏറ്റവും മിനിമത്തിലാണ് ഇത് വർക്ക്ഔട്ട് ചെയ്ത. ബോണസിന്റെ വ്യത്യാസത്തിലാണ് ലേശം വേണമെങ്കിൽ കുറയാം എന്ന് പറഞ്ഞത്. അപ്പോൾ മന്ത്ലി ബോണസ്, ആനുവൽ ബോണസ് കൂടാണ്ട് ഫ്രീ പ്രൊഡക്റ്റ് വളരെ കൃത്യമായി. ഇനി അടുത്തത് റണ്ണർ പൊസിഷൻ. റണ്ണർ പൊസിഷനിൽ 1,70,000 PV വേണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യം 20,000 മതിയായിരുന്നു. അടുത്തതിൽ വന്നപ്പോൾ 40,000 എത്തി. പിന്നെ അത് 70,000 ആയി, 1,15,000 ആയി, 1,70,000. അപ്പൊ കൂടി വരുന്ന വരവ് കണ്ടോ? ആദ്യത്തേതിനേക്കാളും കുറച്ചും കൂടി ആളുകളിലേക്ക് കൂടുതൽ എത്തണം, വേഗം എത്തണം. അത് വളരെ സിമ്പിൾ ആയിട്ട് നടക്കും. കാരണം എന്താ? ഞാനൊരു 10 പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ 10 പേരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 10 പേര് വഴി 5 പേര് വന്നാലും 50 പേര് അപ്പൊ തന്നെ ആയില്ലേ? അപ്പൊ ഒരു മാസം കൊണ്ട് ഞാൻ 10 പേരെ കൊണ്ടുവന്നിട്ടെങ്കിൽ അടുത്ത ഒരു മാസം കൊണ്ട് 50 പേര് വന്നു. പിന്നത്തെ ഒരു മാസം അങ്ങനെ കയറി പോകും. വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്തും. പ്രൊവൈഡഡ് നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യണം. ഒരാളും ഇതില് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ ഇറങ്ങി തിരിക്കരുത്. തെറ്റുകൾ പറ്റിയാൽ നമുക്കറിയാതെ വരും. നമ്മുടെ ടീമിൽ നിന്ന് ആളുകൾ കുഴിഞ്ഞു പോവാൻ പോലും കാരണമാവും. നമ്മൾ പറയുന്ന അനാവശ്യമായ ഒരു വാക്കുപോലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റിക്കൊണ്ടുപോകാൻ. ഒരിക്കലും RCM വിട്ട് ആരും പോവില്ല. RCM ആരും ഇഷ്ടക്കുറവ് കാണിക്കില്ല. പക്ഷെ ആളുകളോടുള്ള ഇഷ്ടക്കുറവ് കാരണം ആളുകൾ വേണമെങ്കിൽ പോവാം. പക്ഷെ അതൊരു ടീം വർക്ക് ആണെങ്കിൽ ഒരാൾ അകന്നു നിന്നാൽ അടുത്ത ആൾക്ക് അയാളെ കോണ്ടാക്ട് ചെയ്യാം, ഇതിലേക്ക് ആകർഷിക്കാം. തമ്മിൽ ബന്ധം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നടക്കുള്ളൂ. അപ്പൊ റണ്ണർ പൊസിഷനിലേക്ക് എത്തുമ്പോൾ 1,70,000 PV നമുക്ക് 17% എ സൈഡിലും ബി സൈഡിലും കൊടുത്ത ശേഷം നമുക്ക് ബാങ്കിൽ വരുന്ന മന്ത്ലി ബോണസ് ഉൾപ്പെടെ 10,635. ഒന്ന് ആലോചിച്ച് നോക്കി. വീട്ടില് കഞ്ഞി കുടിക്കുന്ന വകയില് ഏതൊരു വീട്ടമ്മയ്ക്കും വീട്ടിലിരുന്ന് പോലും ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഫ്രീ സമയമുള്ളവര് കൃത്യമായിട്ട് ഒരു പുസ്തകവും പേനയും മൊബൈലും എടുത്തു വെച്ച് നിങ്ങൾക്ക് പരിചയമുള്ളവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് വളരെ ഈസി ആയിട്ട് ചെയ്യും. മന്ത്ലി ബോണസ്, ആനുവൽ ബോണസ്, ഫ്രീ പ്രൊഡക്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി. വീട്ടിലെ ഭക്ഷണം വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയും ചെയ്യണ്ട. ഒന്നും നമ്മള് എന്താ പറയാ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരാളെ കെട്ടിയേൽപ്പിക്കണ്ട. ചില കേസുകളുണ്ട്, കിടക്ക വിൽക്കാൻ പോകണം, വെള്ളത്തിന്റെ മിഷൻ വിൽക്കാൻ പോകണം, അത് വിൽക്കാൻ പോകണം, ഇത് വിൽക്കാൻ പോകണം. ഒരിക്കലും ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോലും ഒരു മനുഷ്യന് പോകാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞങ്ങളുടെ കമ്പ്യൂട്ടർ ഒരാൾ മേടിച്ചു, അടുത്ത 5 വർഷത്തേക്ക് പിന്നെ ആ വഴിക്ക് പോവണ്ട. ഒരു 3 വർഷം ഉറപ്പായിട്ടും പോവണ്ട. കാരണം ഗ്യാരണ്ടി തന്നെ ഉണ്ട്, ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ഒരു 2 വർഷമൊക്കെ സുഖമായിട്ട് അത് ഓടും. അപ്പൊ 5 വർഷത്തേക്ക് ആ കസ്റ്റമർ പോയി കിട്ടി. ഇനി 5 വർഷം കഴിയുമ്പോഴാണ് ആ കസ്റ്റമർ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പറ്റും, ലാപ്ടോപ്പ് മേടിക്കാൻ തിരിച്ചു വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഉപ്പ്, മുളകും, മല്ലി, മഞ്ഞളൊക്കെ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർന്ന് പോണ അനുസരിച്ച് ഇവര് വാങ്ങിച്ച് പോകും. നമ്മൾ പോലും അറിയില്ല അവർ ഈ സാധനങ്ങൾ മേടിക്കുന്നത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ ഈ ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരു പൊസിഷനാണ് വിന്നർ പൊസിഷൻ. 2,60,000 എത്തുമ്പോൾ സെൽഫും ബിയും കൂടി 50,000 PV വന്നാൽ എ സൈഡിലും ബി സൈഡിലും കൊടുക്കുന്ന കഴിഞ്ഞിട്ട് ബോണസ് ഉൾപ്പെടെ 14,771 രൂപ നമുക്ക് വിന്നർ പൊസിഷനിൽ ഒരാൾക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട്
അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഏറ്റവും മുകളിൽ എഴുതിയേക്കുന്നത് വെറും 5000 PV എന്ന് മാത്രമാണ്. അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ സിംഹവും മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഈ മാസം 10000 PV ഞാൻ ഓൾറെഡി ബില്ല് ചെയ്ത് കഴിഞ്ഞു. എന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് മാത്രം 10000 കൊണ്ടുവന്നു. ഞാൻ ഫ്രീ പ്രൊഡക്റ്റും വാങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും എനിക്കിത് വരുന്നുണ്ട്. അപ്പോൾ 100% ഇതിലേക്ക് വരുന്നതനുസരിച്ച് നമ്മുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടും. ആ പർച്ചേസ് ചെയ്യുന്നത് പുറത്തുനിന്ന് പണിയെടുത്ത് കാശ് ഇവിടെ കൊണ്ടുവന്നിട്ട് പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾ പറയാൻ തുടങ്ങും, സാധനങ്ങൾക്ക് വില കൂടുതലാണ്. വില കൂടുതലല്ല, നല്ല സാധനങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. അതാണ് പ്രശ്നം. നമ്മുടെ ആരോഗ്യം കൂടി. പണ്ട് ഉപ്പും മുളകും മല്ലിയും മഞ്ഞളും മാത്രം ഉപയോഗിച്ചിരുന്ന ആള് ഇന്ന് ന്യൂട്രിചാർജ് മാനും വുമണും എല്ലാം ഉപയോഗിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി ബലമായിട്ട് നിൽക്കണം. അപ്പോ അതിനു വേണ്ടി കാശ് എവിടെ നിന്ന് ഉണ്ടാക്കണം? പുറത്തുനിന്ന് ഉണ്ടാക്കരുത്. നമ്മൾ ജോലി ചെയ്തുകൊണ്ടുവന്ന കാശ് ഇതിൽ മുടക്കുന്നതിന് പകരം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ തിരിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും. വീട്ടുകാർക്കും സന്തോഷമാവും. കെട്ടിയോൻ വേലയെടുത്ത് കൊണ്ടുവന്ന അല്ലെങ്കിൽ കെട്ടിയോൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കാശിൽ നിന്ന് എടുത്ത് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നതിന് പകരം ആ ആള് വീട്ടിലിരുന്ന് പോലും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നു, ഈ ഒരു ഇൻകം വരുന്നു, ഇതിൽ നിന്ന് നമ്മുടെ ചെലവ് കഴിഞ്ഞു പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ജോലിക്ക് പോകുന്നവർക്ക് ഒരു കൈത്താങ്ങാവില്ലേ? നമ്മൾ വീട്ടിൽ ഒരു അനുഗ്രഹമാവില്ലേ? ഇനി അടുത്തൊരു സ്റ്റെപ്പ്, സ്റ്റാർ പൊസിഷൻ. കമ്പനി അംഗീകരിക്കുന്ന ആദ്യത്തെ പിൻ പൊസിഷനാണ് 3.5 ലക്ഷം. ആ PV വരുമ്പോഴാണ് 22% നമുക്ക് തികച്ചു കിട്ടുന്നത്. ഇത് തികച്ച് കിട്ടുമ്പോ A സൈഡിലുള്ളവർക്കും കൊടുത്തു, B സൈഡിലുള്ളവർക്കും കൊടുത്തു. അതായത് 2 ടീമിനുള്ളത് കൊടുക്കണം. നമുക്ക് മുഴുവനായിട്ട് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളും നമ്മുടെ ടീമും കൂടി ചെയ്തതാണ് 3.5 ലക്ഷം PV. അതിൽ 2 പേർക്കും കൊടുത്ത ശേഷം വീണ്ടും 21,283 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും, ബോണസ് ഉൾപ്പെടെ. ആലോചിച്ച് നോക്കുക. തുടക്കത്തിൽ ഇതേ 5000 PV നമ്മൾ മേടിച്ചപ്പോ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നത് വെറും 100 രൂപ മാത്രം. ആലോചിച്ച് നോക്കി. ബാക്കി മന്ത്ലി ബോണസ്, ആനുവൽ ബോണസ് ഒക്കെ ഓപ്പണർ തുടങ്ങിയ വന്നത്. ഫ്രീ പ്രൊഡക്റ്റ് അപ്പോഴും കിട്ടും, ഇപ്പോഴും കിട്ടും. അപ്പോൾ 100 രൂപയിൽ നിന്ന് കുറച്ച് ആളുകളെ ചേർത്ത് വന്നപ്പോ 21,283 രൂപ. ഇതിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര ലക്ഷം? 5 പൈസയില്ല, 0 ലക്ഷം. അതാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയ നന്മ നിങ്ങളിൽ കുഴിച്ചു മൂടാതെ, നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ മറ്റുള്ളവരിലേക്ക് എത്ര വേഗം എത്തിക്കാമോ അത്രയും വേഗം എത്തിക്കുക. വളരെ നിസ്സാരമായിട്ട് എത്താവുന്ന ഒരു പൊസിഷനാണ് സ്റ്റാർ പൊസിഷൻ. ഇനി അടുത്തത്, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് RCMന്റെ എന്താ പറയാ, RCMൽ കടന്നു വരുന്ന ഓരോരുത്തരുടെയും സ്വപ്നമാണ് ഈ എഴുതിയിരിക്കുന്ന 4 പൊസിഷൻ. ഗോൾഡ്, സ്റ്റാർ ഗോൾഡ്, പ്ലാറ്റിനം, സ്റ്റാർ പ്ലാറ്റിനം. ഇതിന്റെ റോയൽറ്റി ബോണസും ഗ്രോത്ത് ബോണസും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നേരത്തെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് മെയ് തുടങ്ങി മാർച്ച് വരെയുള്ളതാണ്. ഓരോ മാസത്തെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തം കൂട്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി വർഷാവസാനം നമുക്ക് തരും. അത് ആനുവൽ ഗ്രോത്ത് ബോണസ്. ഇത് കാണിച്ചിരിക്കുന്നത് മന്ത്ലി ഗ്രോത്ത് ബോണസ്. ഇത് നമ്മുടെ കമ്പനി നമുക്ക് തരുന്നതാണ്. ഈ പൊസിഷൻ ഗോൾഡ് പൊസിഷൻ. ഗോൾഡ് പൊസിഷന്, ഗോൾഡ് എന്ന് പറഞ്ഞാൽ സ്വർണം ഉണ്ടാക്കണം എങ്ങനെയാ? ശരിക്കും തീയില് കത്തിച്ച് അതിലെ ഇംപ്യൂരിറ്റീസ് കളഞ്ഞിട്ട് വേണം ഈ ഗോൾഡ് ഉണ്ടാവാനായിട്ട്, തനിത്തങ്കം ഉണ്ടാവാനായിട്ട്. അപ്പോ ഇവിടെയും അങ്ങനെ കുറച്ച് പ്രോസസ്സിൽ കൂടെ കടന്നു പോവാം. ഇതിന് മുമ്പത്തെ പൊസിഷൻ വരെ നിങ്ങൾ ഒറ്റയ്ക്ക് 3.5 ലക്ഷം രൂപ PV മേടിച്ചാൽ, അതായത് ഓൾമോസ്റ്റ് 7 ലക്ഷം രൂപയുടെ സാധനം കണ്ണും കൂട്ടി മേടിച്ച 3.5 ലക്ഷം PV ആയി. അങ്ങനെ പോലും അവിടെ എത്താം. പക്ഷെ ഇവിടെ വരുമ്പോ സംഭവം മാറി. A സൈഡിൽ 3.5 ലക്ഷം നിർബന്ധമായിട്ടും വേണം. നിങ്ങളൊരു ടീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കണം, നിങ്ങൾ ടീമിനെ വലുതാക്കിയിരിക്കണം. B സൈഡിൽ സെൽഫും ബിയും കൂടി 1.15 വരുമ്പോ നിങ്ങൾക്ക് ഗോൾഡ് ആവാം. അപ്പോ നിങ്ങളുടെ താഴെ A സൈഡില്, വലിയ സൈഡാണ് A സൈഡ് എന്ന് പറയുന്നത്. A സൈഡില് എത്ര PV മൊത്തമുണ്ടോ അതിന്റെ മൊത്തം 3%. ഇവിടെ 3.5 ലക്ഷമാണ് A സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആ സമയത്ത് 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷത്തിന്റെ 3%. ആ സമയത്ത് 10 ലക്ഷമാണ് നിങ്ങൾക്ക് വരണമെങ്കിൽ 10 ലക്ഷത്തിന്റെ 3%. എത്ര ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ A സൈഡ് വലുതാക്കാൻ പറ്റുമോ അത്രയും ഫാസ്റ്റ് ആയിട്ട് വലുതാക്കിക്കോളൂ. ആ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് മൊത്തം എത്രയുണ്ടോ അതിന്റെ 3% റോയൽറ്റി കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ റോയൽറ്റി ഈ ബൾബ് കണ്ടുപിടിച്ചവർക്കും മറ്റേ ശാസ്ത്രജ്ഞന്മാർക്കും എഴുത്തുകാർക്കും ഒക്കെ അല്ലേ കിട്ടണുള്ളൂ. നമ്മളൊക്കെ സ്വപ്നത്തിലുള്ള റോയൽറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടോ? ഇനി ചിന്തിക്കണമെങ്കിൽ നമ്മൾ പോയി ശാസ്ത്രജ്ഞനാവാം. ഇനിയിപ്പോ ഞാൻ ശാസ്ത്രജ്ഞനാവാൻ പോയി കഴിഞ്ഞാൽ
ബുദ്ധിമുട്ടായി പോകും. കൊച്ചു പറയും, അപ്പ ഞാൻ അപ്പനെയും കൊണ്ട് നടക്കേണ്ടേ വരും, അപ്പൊ വല്ലോടത്തും അടങ്ങി ഇരുന്നോളാൻ പറയും. പ്രായമൊക്കെ കഴിഞ്ഞു. വേണമെങ്കിൽ പോവാൻ പാടില്ല എന്നല്ല. പക്ഷേ ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളും കാര്യങ്ങളും വരുമ്പോ നമ്മൾ റോയൽറ്റിക്ക് വേണ്ടി പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കുടുംബം ആദ്യം ചക്രം തിരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകലാണ് നമ്മുടെ ആവശ്യം. അങ്ങനെ കുടുംബത്തിലെ ചക്രം തിരിക്കുമ്പോൾ കുടുംബത്തിൽ റോയൽറ്റി വന്നെന്ന് ആലോചിച്ച് നോക്കി. സ്ട്രെയിറ്റ് അവേ 30,115 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? മിനിമം ഒരു ഗോൾ പൊസിഷനിലേക്ക് നമ്മൾ എത്തിയാൽ മതി. റോയൽറ്റിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആശുപത്രിയിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടിയിട്ട് അറ്റാക്ക് വന്ന് ടേബിളിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, എന്റെ ഭാര്യയും കൊച്ചും ഇനി ഞങ്ങൾ മുമ്പോട്ട് പോകും, ഇവിടെ കിടന്നെങ്ങാൻ തീർന്നു പോയാൽ. ആ ഒരു ചിന്ത ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ RC നിങ്ങൾ കാര്യമായിട്ടെടുത്ത് ചെയ്തു. നാളെ നിങ്ങളില്ലെങ്കിലും RC നിങ്ങളുടെ കുടുംബത്തിനെ നോക്കും. കാരണം എനിക്കിപ്പോ റോയൽറ്റി ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്. എനിക്ക് എന്ത് കിട്ടുന്നോ അത് എന്റെ ഭാര്യയ്ക്ക് നിന്റെ കാലശേഷം കിട്ടും. ഞാൻ എവിടെ നിർത്തണോ അവിടെ നിന്റെ മകന് തുടങ്ങിയാൽ മതി. അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കി. കളക്ടറിന്റെ മോന് കളക്ടർ ആവാൻ പറ്റില്ല, ഡോക്ടറിന്റെ മോന് പഠിച്ച ഡോക്ടർ ആവാം, അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ പറ്റില്ല. പക്ഷെ എന്റെ മോന് RCM എവിടെ നിന്ന് ചെയ്യാം? ഞാൻ എവിടെ നിർത്തുന്നോ, എത്ര ലക്ഷം വരുമാനത്തിൽ നിർത്തുന്നോ അത്രയും ലക്ഷം വരുമാനത്തിൽ നിന്ന് എന്റെ മോന് ഈ പരിപാടി ആരംഭിക്കാം. ഇത് ഞാൻ പോലും അറിയാതെ എന്റെ കയ്യിലേക്ക് കടന്നു വന്ന ഒരു ദൈവാനുഗ്രഹം. അതുകൊണ്ടാണ് എന്റെ കയ്യിലേക്ക് ഈ RCM തന്ന മനുഷ്യൻ ഞാൻ മാലാഖ എന്ന് പറഞ്ഞു. അപ്പോ മന്ത്ലി ബോണസ് ഉണ്ട്, ആനുവൽ ഗ്രോത്ത് ബോണസ് ഉണ്ട്, ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. ആലോചിക്കുക, നമ്മുടെ നാളെ നമ്മളില്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരു സംഭവം വന്ന് ഇന്ന് നമ്മൾ നമുക്ക് ആരോഗ്യമുണ്ട്, എല്ലാം ചെയ്യാം, തൻ്റെ ഇടമുണ്ട്, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ കാശുണ്ട്, കാറുണ്ട്, വലിയ വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നാളെ നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തി ഇല്ലെങ്കിൽ ഇതെല്ലാം വിറ്റ് തിന്നണ്ടേ വരുമോ? അവരുടെ കാര്യങ്ങൾ എങ്ങനെ വണ്ടി മുമ്പോട്ട് പോകും? ഒരു സെക്കൻഡ് നിങ്ങൾ ആലോചിച്ചാൽ 100% നിങ്ങൾ RCM ചെയ്തിരിക്കും. വേറെ ഒരു പരിപാടിക്ക് പോലും പോവാണ്ട് RCM ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത പൊസിഷനിലേക്ക്. റോയൽറ്റിയുടെ രണ്ടാമത്തെ പൊസിഷനാണ് സ്റ്റാർ ഗോൾഡ് എന്ന് പറഞ്ഞ പൊസിഷൻ. അവിടെയും കുറച്ചും കൂടി കൂടുതൽ എഫേർട്ട് ഉണ്ട്. നിങ്ങൾ ഒരു സൈഡിൽ 3.5 ലക്ഷം നിർബന്ധമാണ്, അതിൽ കുറയാൻ പറ്റില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോയൽറ്റി ഇല്ല. രണ്ടാമത്തെ സൈറ്റിൽ കൂടുകയും വേണം. അതായത് സെൽഫും ബിയും കൂടി 1,70,70,000 വരണം. അതായത് 5,000 നിങ്ങളുടെയും 1,65,000 താഴും. അത് രണ്ടും കൂടി 1,70,70,000 വന്നാൽ മതി. നിങ്ങൾക്ക് എന്താവാം? സ്റ്റാർ ഗോൾഡ് ആവാം. നേരത്തെ A സൈഡിലുണ്ടായിരുന്ന 3.5 ലക്ഷം അതുപോലെ തന്നെ നിർത്തി, B സൈഡിലുണ്ടായിരുന്നത് കൂട്ടി. നിങ്ങളുടെ 5,000 തന്നെയാണെങ്കിലും A സൈഡിൽ എത്രയാണോ ഉള്ളത് അതിന്റെ 4.5% സ്ട്രെയിറ്റ് അവേ നിങ്ങൾക്ക് റോയൽറ്റി ബോണസ് ആയിട്ട് കിട്ടാം. RCMൽ വരുന്ന എല്ലാവരുടെയും സ്വപ്നമാണ് റോയൽറ്റി എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നേരത്തെ 3.5 ലക്ഷം പറഞ്ഞു, ഇപ്പോഴും 3.5 ലക്ഷം പറഞ്ഞു. അവിടെ അപ്പൊ ലീഡർമാർ ആരെങ്കിലൊക്കെ ഉണ്ടാവാതിരിക്കുവോ? അവരാരെങ്കിലൊക്കെ കൊണ്ടുവരാതിരിക്കുവോ? നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുവോ? ഒരു ടീം വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഈ 3.5 ലക്ഷം മിനിമം 5 കടന്നിട്ടുണ്ടാവില്ലേ? അങ്ങനെയുണ്ടെങ്കിൽ 4.5% 5 ലക്ഷത്തിന്റെ പറയുമ്പോൾ 15,000 അല്ല വരണത്, എന്റെ ഇരട്ടിക്ക് പോകും. അപ്പോ എത്രയാണോ അവിടെ വരുന്നത് അതിന്റെ 4.5% ടോട്ടൽ നമുക്ക് റോയൽറ്റി ആയിട്ട് കിട്ടും. മിനിമം 3.5 വേണം. അപ്പോഴാണ് 37,492 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പൊ മന്ത്ലി ബോണസ്, ആനുവൽ ബോണസ്, ഫ്രീ പ്രൊഡക്റ്റ്, മന്ത്ലി ബോണസ് അവിടെ കൂട്ടിയിട്ടുണ്ട്. എന്നാലും അത് കിട്ടുന്നത് കൊണ്ട് ഒന്നുകൂടി അവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മന്ത്ലി ബോണസ്, ആനുവൽ ബോണസ്, ഫ്രീ പ്രൊഡക്റ്റ് ഇത്രയും കിട്ടി. സ്റ്റാർ ഗോൾഡ്. ഇനി മൂന്നാമത്തെ പൊസിഷനാണ് പ്ലാറ്റിനം. സാറ് പറഞ്ഞു ഞാൻ പ്ലാറ്റിനം പൊസിഷനിൽ വന്നു. പിറ്റേ വർഷം അത് സ്റ്റാർ പ്ലാറ്റിനമായി അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോ ആ പ്ലാറ്റിനം പൊസിഷനിൽ മിനിമം നമുക്ക് കിട്ടുന്നത് 44,570. രണ്ട് സൈഡിലും കൊടുത്ത ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മുടെ ഇൻസെന്റീവ് കുറവാണ്, നമുക്ക് കിട്ടുന്ന റോയൽറ്റി ഇൻകം ആണ് കൂടുതൽ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻസെന്റീവ് കുറവാണ്, റോയൽറ്റി ഇൻകം ആണ് കൂടുതൽ. ഇൻസെന്റീവ് കുറഞ്ഞ റോയൽറ്റി കൂടാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ താഴെയുള്ളവരെ നമ്മൾ കൈക്ക് പിടിച്ച് കയറ്റിക്കൊണ്ടുവരണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് ഒരു വരുമാനം മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇനി ഈ 6% 3.5 ലക്ഷത്തിന്റെയാണ്. നേരത്തെ നമ്മൾ 3.5 ലക്ഷം പറഞ്ഞു, രണ്ടാമത് സ്റ്റാർ ഗോൾഡ് ആയപ്പോഴും 3.5 ലക്ഷം പറഞ്ഞു, ഇപ്പോഴും 3.5 ലക്ഷം പറഞ്ഞു. പ്ലാറ്റിനം ആവുമ്പോൾ വേണമെങ്കിൽ 3.5 എന്നുള്ള 7 ആക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? 3.5ക്ക് 21% ആണെങ്കിൽ 7 ആവുമ്പോൾ എത്ര ശതമാനമായി? നിങ്ങൾ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടുക. അപ്പോൾ ഈ വരുമാനം എത്രയാവും? എത്ര വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, നിങ്ങൾക്കത് വാങ്ങാം. വേറെ ഒരു ബിസിനസ്സിലും നമ്മൾ തീരുമാനിച്ച് നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല, നമുക്കൊരു ടാർഗറ്റ് ഇടുക, ഇത്ര എത്തണം. അതിലേക്ക് എന്ത് ചെയ്താൽ മതി?
ഇതുപോലെ നമ്മുടെ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നമ്മൾ പോയി അവർക്കുള്ള വർക്ക് കൊടുത്ത് നമ്മുടെ പേഴ്സണൽ വർക്കും കൊടുത്ത് നന്മ ചെയ്ത് മുമ്പോട്ട് പോയാൽ, കുറെ ജീവിതങ്ങളെ രക്ഷപ്പെടുത്തിയാൽ നിങ്ങളുടെ വരുമാനം രക്ഷപ്പെടും, നിങ്ങളുടെ തലമുറകൾ രക്ഷപ്പെടും. ഇവിടെ മന്ത്ലി ബോണസ് ഉണ്ട്, ആനുവൽ ബോണസ് ഉണ്ട്, ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. ഇനിയാണ് സ്റ്റാർ പ്ലാറ്റിനം, അതായത് റോയൽറ്റിയുടെ 4ാമത്തെ സ്റ്റേജ്. 3.5 ലക്ഷം ഒരു സൈഡില്, സെൽഫും ബിയും കൂടി 3.5 ലക്ഷം. ഈ 3.5 ലക്ഷം വരുമ്പോ നമ്മുടെ വരുമാനം 48,247 രൂപ ബാങ്കില്. അവിടെ ഏറ്റവും വലിയ സൈഡിന്റെ 8% റോയൽറ്റി ആയിട്ട് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഗോൾഡ് പൊസിഷനിൽ 3.5 ലക്ഷം, ഇപ്പോഴും മിനിമം ആണ് എഴുതിയേക്കുന്ന 3.5 ലക്ഷം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു 10 എത്തിക്കാതിരിക്കാം. 10 എത്തിച്ചാൽ 8% 80,000 രൂപ. ഇത് മനസ്സിന് ആഗ്രഹമുണ്ട്, ദൃഢനിശ്ചയമുണ്ട്, എത്താൻ പറ്റും. ഇനി മുകളിലേക്ക് നോക്കിയ വേറൊരു തമാശ ഇപ്പോഴും കാണാം. നിങ്ങൾ എത്ര രൂപയുടെ സാധനങ്ങളാ വീട്ടിൽ മേടിക്കുന്നത്? ഏറ്റവും ആദ്യം RCM തുടങ്ങിയപ്പോ നിങ്ങളോട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ പറഞ്ഞു 5000 രൂപ. നിങ്ങൾക്ക് 100 രൂപ കിട്ടി. അതേ 5000 ആണ് ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ല വ്യത്യാസമുണ്ടോ? നാളെ നിങ്ങൾ ഇല്ലെങ്കിലും ഇത് നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചുപയോഗിക്കും. ഈ പറയുന്ന എമൗണ്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് വരും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ മിനിമം ആണ് എഴുതിയേക്കുന്നത്. ഇതൊന്നും അല്ല ഇപ്പൊ കിട്ടുന്നത്, ഇതിനേക്കാളൊക്കെ കൂടുതൽ വരുന്നുണ്ട്. എന്നാലും നമ്മൾ പറയുമ്പോൾ ഏറ്റവും മിനിമത്തിലെ പറയാവൂ എന്നുള്ളത് കൊണ്ടാണ് ഈ 48,247 എന്നുള്ള ഫിഗർ അവിടെ ഇട്ടിരിക്കുന്നത്. മന്ത്ലി ബോണസ് കൂടാതെ ആനുവൽ ബോണസ് ഉണ്ട്, ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. ഇവിടെ തുടങ്ങി കളി മാറാം. എങ്ങനെയാണ് കളി മാറുന്നത്? ഇനി കുറച്ച് ബുദ്ധിമുട്ടാണ്. ടെക്നിക്കൽ പൊസിഷനിലേക്ക് കയറണം. ടെക്നിക്കലിലേക്ക് കയറുമ്പോൾ നമ്മൾ സ്റ്റാർ പ്ലാറ്റിനം 3 പ്രാവശ്യം മെയിൻറ്റെയിൻ ചെയ്യണം. 3 പ്രാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ 3.5 ലക്ഷം 3 മാസം അടുപ്പിച്ച് വരണം. ഏതെങ്കിലും ഒരു മാസം കുറഞ്ഞു പോയാൽ 1 എന്ന് പറഞ്ഞ് തുടങ്ങണം. ഇത്തിരി ഗൗരവമായിട്ട്, അതായത് എന്താ പറയാ, ശരിക്ക് നമ്മളെ വാർത്തെടുക്കും, ഉരുക്കി വാർക്കും എന്ന് പറയുന്ന പോലെ വാർത്തെടുക്കും. അങ്ങനെ ഒരു സൈഡിൽ 5 ലക്ഷവും അടുത്ത സൈഡിൽ സെൽഫും ബിയും കൂടി 5 ലക്ഷം വരുമ്പോൾ നമുക്ക് 8% റോയൽറ്റി ബോണസ് കൂടാതെ 1% നമ്മുടെ വലിയ സൈഡിൽ എത്ര PV ഉണ്ടോ അത് മൊത്തം കൂട്ടിയിട്ട് 1% ടെക്നിക്കൽ ബോണസ് കൂടി കിട്ടും. ടെക്നിക്കലിലേക്ക് എത്തുന്നവരുടെ എണ്ണം കുറവായതുകൊണ്ട് ഈ 1% തന്നെ വലിയ ശതമാനം ഉണ്ടാവും, വലിയൊരു എമൗണ്ട് ഉണ്ടാവും. അപ്പോ മിനിമം ഇൻകം 50,000. നേരത്തെ പറഞ്ഞതുപോലെ മന്ത്ലി ബോണസ് വേറെ, ആനുവൽ ബോണസ് വേറെ, ഫ്രീ പ്രൊഡക്റ്റ് വേറെ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ പുതിയൊരു സാധനം ഉണ്ട്, നമുക്ക് പർച്ചേസർ ക്ലബ് എന്ന് പറഞ്ഞൊരു ഇതും കൂടി, അതിന്റെ ബോണസും വേറെ. ഇനി ഇത് ഇഷ്ടം പോലെ ടെക്നിക്കൽ അച്ചീവേഴ്സ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. നേരത്തെ പറഞ്ഞ എല്ലാ പൊസിഷനിലും ഉള്ളവര് ഈ ഗ്രൂപ്പിൽ ഇപ്പൊ നമ്മളോടൊപ്പം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 243 പേരിൽ പലവരും റോയൽറ്റി അച്ചീവേഴ്സ് ആണ്, പലവരും വൈറ്റ് ലെവൽ, ഈ പറയുന്ന വൈറ്റ് ലെവലിലും പിൻ ലെവലിലും ഒക്കെ ഉള്ളവരാണ്. ഇല്ലാത്ത അവരൊന്നും, അതായത് അവര് നിങ്ങളുടെ പരിചയത്തിലുള്ളവരെ നിങ്ങളുടെ ലീഡേഴ്സിനോട് ചോദിച്ചാൽ മതി ആരൊക്കെയാണ് എന്തൊക്കെയാണ്, അവര് പറഞ്ഞു തരും പേരും കാര്യങ്ങളും എല്ലാം. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ പോലും ഒരു പേൾ അച്ചീവറാണ്. അപ്പോ ടെക്നിക്കലാണ്. ഇനി അടുത്തത് ഇഷ്ടംപോലെ ടെക്നിക്കൽ അച്ചീവേഴ്സ് കേരളത്തിലുണ്ട്. ഇത് അടുത്തൊരു സ്റ്റെപ്പ് കയറുമ്പോൾ എ സൈഡ് 10 ലക്ഷം ആവണം, സെൽഫും ബിയും കൂടി 10 ലക്ഷം ആവണം. അതായത് ആദ്യം പതുക്കെ കയറിയാൽ മതിയായിരുന്നു. 20,000 40,000 ആയാൽ മതിയായിരുന്നു, 40,000 70 മതിയായിരുന്നു. ഇപ്പൊ ആയിരങ്ങളൊക്കെ മാറി ലക്ഷങ്ങളിലേക്ക് കയറി. 5 ലക്ഷം 10 ലക്ഷം ആവണം, ഇരട്ടി ആവണം. അടുത്ത സൈഡും 10 ലക്ഷം ആവണം. അപ്പോ 8% റോയൽറ്റി ബോണസ് ഉണ്ട്, കൂടാതെ 1.75% ടെക്നിക്കൽ ബോണസും കൂട്ടി മിനിമം 70,000 PV സ്റ്റാർ പേൾ പൊസിഷനിലെത്തും. എന്റെ ലീഡർ നോബിൾ ജോസാറ് സ്റ്റാർ പേൾ പൊസിഷനാണ്. ഇഷ്ടംപോലെ സ്റ്റാർ പേൾ കാര്യം നമ്മള് ടീമിലുണ്ട്. കേരളത്തിൽ ഇഷ്ടംപോലെ ടെക്നിക്കൽ അച്ചീവേഴ്സ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴാണ് 22 ലക്ഷം. പിന്നെയും നമ്മുടെ ടാർഗറ്റ് കൂടുകയാണ്. ഓരോ സ്റ്റേജ് കടക്കും തോറും നമുക്ക് ടാർഗറ്റ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് കയറിപ്പോവാം, കാരണം നമ്മുടെ ടീം വളരെ വലുതാവും. മിനിമം 1 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന എമറാൾഡ് പൊസിഷനിലേക്ക് അവിടെ ടെക്നിക്കൽ ബോണസ് ആയിട്ട് കിട്ടുന്നത് 2.5% 8% റോയൽറ്റി ബോണസ് അവിടെയും കിട്ടും. അപ്പോ മിനിമം 1.5 ലക്ഷം രൂപ. അതിന്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മന്ത്ലി ബോണസ്, ആനുവൽ ബോണസ് എല്ലാം വരുന്നുണ്ട്. അടുത്ത 48 ലക്ഷം 3% ടെക്നിക്കൽ ബോണസ്. എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത എന്റെ ലീഡർ അർജുൻ സാർ, സ്റ്റാർ എമറാൾഡ് ആണ്. മിനിമം 1.25 ലക്ഷം രൂപ മിനിമം.
മാക്സിമം അല്ലാട്ടോ പറയുന്നത്. മിനിമം 1.25 ലക്ഷം രൂപ വരുമാനം പ്ലസ് അതിന്റെ കൂടെ ബോണസ്, മന്ത്ലി ബോണസ്, ആനുവൽ ബോണസ്, ഫ്രീ പ്രൊഡക്റ്റ് എക്സ്ട്രാ. ആലോചിച്ച് നോക്കി. ഇനി നമ്മുടെ പ്രിയപ്പെട്ട രാജൻ സാറ്, ഗിരീഷ് സാറ്, ഇവരെല്ലാം സ്റ്റാർ എംബ്രാൾഡുമാരാണ്. ഓക്കെ, കുറേ സ്റ്റാർ എംബ്രാൾഡുമാർ വേറെയുണ്ട്. ഞാൻ എല്ലാവരും പേരൊന്നും പറയുന്നില്ല. എന്റെ ടീം ലീഡേഴ്സിന്റെ മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തത് 1 കോടി എത്തണം. ആദ്യത്തെ 20,000 ഒക്കെ മാറിയിട്ട് ഇപ്പൊ കോടികളിലേക്ക് കയറി നമ്മൾ. 3.5% ടെക്നിക്കൽ ബോണസും 8% റോയൽറ്റി ബോണസും കിട്ടുന്ന റൂബി എന്നുള്ള പൊസിഷനിലേക്ക് കയറാം. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബിനു സാറ് റൂബി പൊസിഷനിലാണ്. കേരളത്തിൽ വേറെയും റൂബിമാരുണ്ട്. 2.5 ലക്ഷം രൂപയാണ് മിനിമം നമുക്കൊരു മാസം കിട്ടുക, മിനിമം കിട്ടുക. പ്ലസ് ബാക്കിയുള്ളതെല്ലാം എന്റെ കൂട്ടത്തിൽ കിട്ടും. മന്ത്ലി ബോണസ്, ആനുവൽ ബോണസ്, കൺസിസ്റ്റൻസി പർച്ചേസിൽ വരുന്ന ഫ്രീ പ്രൊഡക്റ്റ്, നേരത്തെ പറഞ്ഞ പർച്ചേസർ ക്ലബിന്റെ ബെനിഫിറ്റ് വളരെ കൃത്യമായിട്ട് ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കിട്ടും. അപ്പോ ഇത്രയും അല്ല വരേണ്ടത്, ഇതിനേക്കാൾ കൂടുതലാണ് ഓരോരുത്തരും മേടിക്കേണ്ടത്. അടുത്ത പൊസിഷനാണ് 2 കോടി. അത് 4% ടെക്നിക്കൽ ബോണസ് കിട്ടുന്ന പൊസിഷനാണ് സ്റ്റാർ റൂബി. സുജിത് സാർ സ്റ്റാർ റൂബി ആണ്. 4 ലക്ഷം മിനിമം ഇൻകം കിട്ടും. പ്ലസ് ബാക്കിയുള്ള ഇൻസെന്റീവ്സ് വേറെ കിട്ടും. അടുത്തത് 5 കോടി 6 ലക്ഷം ടെക്നിക്കൽ ബോണസ് കിട്ടും. സഫേർ മൂർത്തി സാറ്, നമ്മുടെ ഗ്രേറ്റ് മെന്റർ, ഈ കേരളത്തിലേക്ക് ഈ സാധനം കത്തിച്ച് കയറ്റാനായിട്ട് ഞങ്ങളിലേക്ക് ഇൻസ്പിറേഷൻ മൂർത്തി സാറ്. 8 ലക്ഷം മിനിമം ഇൻകം. ബാക്കിയുള്ളത് അതിന്റെ കൂട്ടത്തില്. ഒന്ന് ആലോചിച്ച് നോക്കി. 5000 PVയുടെ സാധനം വീട്ടിൽ വാങ്ങിച്ച് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു, വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നു, വളരെ കൃത്യമായിട്ട് ബാക്കി കാര്യം ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലൊരു എമൗണ്ട് എല്ലാം വാങ്ങാൻ സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വേറെ ഏതെങ്കിലും ഒരു ജോലി, വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് 1 രൂപ പോലും മുടക്കാതെ ഇത്രയും മേടിക്കാനായിട്ട് എന്റെ അറിവിലില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. കാരണം ഇതുപോലെ ഒരു പ്രസ്ഥാനം, നന്മയുള്ള ഒരു പ്രസ്ഥാനം, വരുമാനം കിട്ടുന്ന പ്രസ്ഥാനം, അടുത്ത തലമുറയ്ക്ക് വേണ്ടി വെക്കാൻ പറ്റുന്ന പ്രശ്നം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അടുത്ത പൊസിഷൻ സ്റ്റാർ സഫേർ 10 കോടി 15 ലക്ഷം മിനിമം. അടുത്ത പൊസിഷൻ 25 കോടി 5% ഡയമണ്ട്, 25 ലക്ഷം വരുമാനം, 50 കോടി 5% ടെക്നിക്കൽ ബോണസ്, 8% വേറെ റോയൽറ്റി ബോണസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. അത് സ്റ്റാർ ഡയമണ്ട് 50 ലക്ഷം. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മള് ബിഗിനറിന്ന് തുടങ്ങി ഇപ്പോ സ്റ്റാർ ഡയമണ്ട് വരെ എത്തി. 21 പടികള് ചവിട്ടി. ബിഗിനറിൽ കയറുന്ന ഓരോ ആളും ചവിട്ടാൻ ആഗ്രഹിക്കുന്ന 21ാമത്തെ പടി. അത് ചവിട്ടാൻ എത്ര സ്പീഡിൽ പോവാമോ അത്രയും സ്പീഡിൽ പോവാ. ആദ്യം മനസ്സുകൊണ്ട് നിങ്ങളൊരു വരുമാനം ഫിക്സ് ചെയ്യുക. 50,000, 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം. എന്നിട്ട് അതിന് വേണ്ട ആയുധങ്ങൾ സമാഹരിക്കുക. 50,000 രൂപ വേണം. എന്റെ കയ്യിൽ 4 പേരുടെ പേരുണ്ട്. 4 പേരോട് പറഞ്ഞു, 4 പേര് നോ പറഞ്ഞു. ഇനി ഞാൻ കൈ കെട്ടിയിരിക്കും, എപ്പോഴെങ്കിലും എനിക്ക് 50,000 വരും. അല്ല, നിങ്ങൾ ടീം വർക്കിലേക്ക് ഇറങ്ങുക, നിങ്ങളുടെ ലീഡറെ കൂടെ കൂട്ടുക, നിങ്ങളുടെ പ്രോസ്പെക്ട്സിന്റെ പേരുകളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക, ഒരു ടീം വർക്കിലേക്ക് ഇറങ്ങുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ RCMിലുള്ളൂ. RCM ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ഈസി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സംശയമാണ് ഇത് എങ്ങനെ കൊടുക്കും എന്നുള്ളത്. ഒരു സംശയമില്ല. ആ സംശയങ്ങൾ മാറ്റാനുള്ള ക്ലാസ്സുകളാണ് ഇപ്പോ ഈ ദിവസങ്ങൾ 21-ാം തീയതി തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ. നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, അപ്പൊ ഇതിൽ മന്ത്ലി ബോണസ് ഉണ്ട്, ആനുവൽ ബോണസ് ഉണ്ട്, കൺസിസ്റ്റൻസി പർച്ചേസിന് കിട്ടുന്ന ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്, പർച്ചേസ് ക്ലബ് ഉണ്ട്. ഇനി പേൾ തുടങ്ങി എമറാൾഡ് വരെ കിട്ടുന്ന മന്ത്ലി ബോണസ്, ഗ്രോത്ത് ബോണസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്പീഡിൽ മാറ്റാണ്. അടുത്തത് ടെക്നിക്കൽ അച്ചീവേഴ്സിന്റെ റൂബി തുടങ്ങി ഡയമണ്ട് വരെയുള്ളവരുടെ മന്ത്ലി ബോണസും ആനുവൽ ബോണസും കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏതാണ്ട് RCMന്റെ ഇൻകം പ്ലാൻ ഒരുവിധം ഭംഗിയായി പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ല, കേട്ടവർക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. ഞാനിത് ചെയ്തിരിക്കും. എൻ്റെ കുടുംബത്തിന് നാളെ ഞാനില്ലെങ്കിലും എൻ്റെ പെൻഷൻ അല്ല, ഞാൻ എത്രയാണോ RCM നിന്ന് വാങ്ങുന്നത് അത് തന്നെ എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന്, എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തിരിക്കും. ഒരു തീരുമാനമെടുക്കുക. എന്നിട്ട് ഈ നന്മയെ നെഞ്ചോട് ചേർക്കുക. നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾ എടുക്കുന്ന തീരുമാനമായിരിക്കും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക. അതല്ലാതെ
ഒരു തീരുമാനവും ഇല്ലാതെ ഇപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ള ഒരു ഇതുണ്ട്, എനിക്ക് തിരുവനന്തപുരത്ത് മറ്റേ നിയമസഭാ മന്ദിരത്തിൽ പോകണം. അത് തിരുവനന്തപുരത്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിയമസഭാ മന്ദിരം ഉണ്ടെന്ന് അറിയാം, അത് കാണാനാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു, വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി കയറി, ആ വണ്ടി ചിലപ്പോൾ പോകുന്നത് തൃശ്ശൂർക്കായിരിക്കും. തൃശ്ശൂരിൽ നിന്ന് വണ്ടി നിർത്തി അവിടെ ഇറങ്ങി നിയമസഭാ മന്ദിരം അന്വേഷിച്ചാൽ അവിടെ നിയമസഭാ മന്ദിരം ഉണ്ടാവില്ല. പകരം അതെവിടെയാണോ ആ സ്ഥലം ആദ്യം അറിഞ്ഞിരിക്കണം, അതിലേക്കുള്ള വണ്ടിയിൽ കയറണം, അതിന് വേണ്ട കാശും കാര്യങ്ങളും പോക്കറ്റിൽ കരുതണം, അതിന് വേണ്ട ടിക്കറ്റും കാര്യങ്ങളും എടുക്കണം. അത് അവിടെ ചെന്ന് കൃത്യമായിട്ട് ആ സ്ഥലത്തിലേക്ക് നമ്മൾ എത്തണം. ഒരു തീരുമാനമെടുത്ത് നമ്മൾ ആ തീരുമാനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ ആ തീരുമാനം നിറവേറുള്ളൂ, ആ എയിമിലേക്ക് എത്തുള്ളൂ. അപ്പൊ നമ്മുടെ ടാർഗറ്റ് ഏതാണെന്ന് ഇന്ന് ഫിക്സ് ചെയ്യുക, ഇപ്പൊ ഫിക്സ് ചെയ്യുക. ആ ടാർഗറ്റിന് വേണ്ടി നമ്മുടെ പണി തുടങ്ങുക. അതായത് ഹോപ്പ് ഇസ് നോട്ട് എ സ്ട്രാറ്റജി. അതായത് പ്രതീക്ഷ ഒരു സ്ട്രാറ്റജി അല്ല, ഓൺലി ആക്ഷൻ ഇസ് എ സ്ട്രാറ്റജി. എന്തെങ്കിലും ചെയ്യുന്നത് മാത്രമേ ഒരു സ്ട്രാറ്റജി ആവുള്ളൂ. അത് കൂടാതെ തന്നെ ചേഞ്ച് സംഭവിക്കുന്നത്, ചേഞ്ച് ഈസ് ആൻ ഓട്ടോമേറ്റ്, പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ചേഞ്ച്. ഒരു ജീവിതത്തിൽ മാറ്റം വരുന്നത് പെട്ടെന്നായിരിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങളിലൊക്കെ തീരുമാനമാവുന്നത് പെട്ടെന്നായിരിക്കാം. പക്ഷേ പ്രോഗ്രസ് എന്ന് പറഞ്ഞത് അത് ഓട്ടോമാറ്റിക് അല്ല. ബട്ട് പ്രോഗ്രസ് ഇസ് നോട്ട് ആൻ ഓട്ടോമാറ്റിക്. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമ്പോഴേ അത് ഓട്ടോമാറ്റിക് ആവുള്ളൂ. സോ യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ. നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം ഇപ്പൊ എടുക്കാം. ആ തീരുമാനം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൈ മുകളിലേക്ക് കൊടുക്കുക, പൊക്കുക, ലീഡേഴ്സിന് കൊടുക്കുക, താഴ്ത്തുള്ളവന്റെ കൈ കൂട്ടിപ്പിടിക്കുക, രണ്ടും കൽപ്പിച്ച് ഒറ്റ പോക്ക് പോവുക. നിങ്ങളെ എപ്പോ രക്ഷപ്പെട്ടു, എപ്പോ ഇതിൽ സക്സസ് ആയി എന്ന് ചോദിച്ചാൽ മതി. അപ്പോ ഞാൻ നിർത്തുകയാണ്. ഈ ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്ത് എന്നെ ഇതില് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത അർജുൻ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ ഗുരുനാഥന്മാർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ ലീഡേഴ്സിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ശ്രവിച്ച ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയാസ്യം, ഗുഡാസ്യം. താങ്ക് യു ഓൾ. താങ്ക് യു അർജുൻ സാർ. താങ്ക് യു. ഓവർ ടു യു സാർ. താങ്ക് യു ജോബി സാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തരുത് എന്നായിരുന്നു ഒരു പ്രാർത്ഥന. കാരണം എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് വരെ അത്രയും ക്ലിയർ കട്ടായിട്ട്, അത്രയും ക്രിസ്പായിട്ടാണ് സാർ പറഞ്ഞു കൊടുത്തത്. ഞാൻ ഒരു കമന്റ് വായിച്ചു, കാരണം ഇത്രയും നന്നായിട്ട് ഇന്നാണ് ഇത് മനസ്സിലായെന്ന് പറഞ്ഞൊരു കമന്റ് കണ്ടു. ശൈല ബാബു മാഡം പറഞ്ഞ കാര്യം പെട്ടെന്ന് എമറാൾഡ് ആവുക എന്നുള്ളതാണ്. സാറിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ച ഒരു സഹപ്രവർത്തകൻ എന്നുള്ളത് എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. പെട്ടെന്ന് എമറാൾഡ് ആവുക. തീർച്ചയായിട്ടും ഇത്രയും മനോഹരമായിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ആ ഒരു അച്ചീവ്മെന്റ് കിട്ടാതിരിക്കുക? കാരണം ഓരോ കൊല്ലവും സാറിന്റെ ഗ്രാഫ് മേലോട്ടാണ് പോകുന്നത്. കാരണം ഇതേ സ്പഷ്ടതയോട് കൂടിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിരുന്നത്, അല്ലെ? നമ്മളൊരു ഒരിക്കലും ഒരു കണക്ക് ക്ലാസ്സിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടിയില്ല. അതിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ടീം ബിൽഡിംഗ് ചെയ്താലുള്ള ബെനിഫിറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ തന്നെ ഒരു വിഷൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അദ്ദേഹം ഒരുക്കി തന്നു. അപ്പോ ഒരിക്കൽ കൂടി ജോബി സാർ ഒരായിരം നന്ദി. ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഈ ഒരു തിരക്കുള്ള ആളാണെന്ന് എനിക്ക് അറിയാം. ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡയറക്ട് മാർക്കറ്റിംഗും ഒരേ രീതിയിൽ കൊണ്ടുപോകുന്ന ആളാണ്. പക്ഷെ ഞാൻ ആദ്യത്തെ ത്രിദിന ക്ലാസ്സിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോബി സാർ ഇതുപോലെ ഒരു പ്ലാൻ പ്രസന്റേഷൻ നടത്തിയപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ലെവലിൽ തന്നെ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കഴിവാണ് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടുപിടിച്ച ഒരു കാര്യം. പിന്നെ ഏതൊരു സാഹചര്യം ആയിക്കോട്ടെ, ഏതൊരു പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആയിക്കോട്ടെ, അതിനെ വളരെ തന്മയത്തോട് കൂടിയിട്ട് വളരെ കൂളായിട്ട് നേരിടുന്ന ഒരു പ്രകൃതക്കാരനാണ്. അത് തന്നെയാണ് ഈ ബിസിനസിന് ഏറ്റവും കൂടുതൽ ആവശ്യം. തീർച്ചയായിട്ടും ഓരോ ദിവസം കഴിയുന്തോറും BOP-യുടെ മാറ്റ് കൂടിക്കൂടി വരികയാണ്. ഇന്നത്തെ ഒരു പ്രോഗ്രാം കേട്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു കമന്റ് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. സാറിന്റെ ഇന്നത്തെ ഒരു സെഷൻ കേട്ടിട്ട് അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ശൈല മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാഡമാണ് നേരത്തെ പറഞ്ഞത് പെട്ടെന്ന് എമറാൾഡ് ആവുക എന്നുള്ളത്. മാഡത്തിനെ ഞാൻ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. മാഡം അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. താങ്ക് യു അർജുൻ സർ. എന്റെ പേര് ശൈല ബാബു, ഇത് മുപ്പത്തടം, ആലുവ. ജോബി സാറിന്റെ ക്ലാസ് നമ്മള് പ്ലാൻ പ്രസന്റേഷൻ മിക്കവരുടെയും ക്ലാസ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു ഒന്നൊന്നര ക്ലാസ്സാണ്. കാരണം പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം ഒരേ പൊസിഷനും എന്താ രസകരമായിട്ട് ശരിക്കും വ്യക്തമായി മനസ്സിലാവും. രസകരമായിട്ട് ഒരു 5000 PV തുടങ്ങിയിട്ട് ആ 5000 PV നമ്മൾ ചെയ്താൽ കിട്ടുന്ന 100 രൂപ കേൾക്കുമ്പോൾ 100 രൂപ അല്ലേ, പക്ഷെ ആ 100 രൂപ ചെന്നെത്തണത് 50 ലക്ഷത്തിന്. അപ്പൊ ഞാൻ ഇന്ന് അതൊരു പുതിയ ടീമിന് ഞാൻ പ്രസന്റേഷൻ ചെയ്തു. അപ്പൊ അവരും ചോദിച്ചു, ചേച്ചി 100 രൂപ കിട്ടിയിട്ട് പിന്നെ 50 ലക്ഷത്തിലെത്തോ? ആ ഒരു പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അത് ഇത്രയും തന്മയത്വത്തോടെ പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇന്ന് സാറിന്റെ ക്ലാസ് കേട്ടപ്പോ ഇത് ഞാൻ അടിച്ചു പൊളിക്കും. കാരണം
ഈ ക്ലാസ് ഇങ്ങനെയാണ് ഞാൻ പറയുന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. ബിഗ് സല്യൂട്ട്. നല്ലൊരു ക്ലാസ്. ഈ വൈകിയ വേളയിൽ ഉറക്കം വന്നിട്ടുണ്ടായി, എന്നാലും ഈ തണുപ്പിലും വൈകിയ വേളയിൽ ഇത്രയും നല്ലൊരു ക്ലാസ് തന്നതിന് സാറിന് നന്ദി. എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത അർജുൻ സാറിന് നന്ദി. ജയാർസിയം, ഗുഡാർസിയം. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച് മാഡം. നമുക്ക് സാറിന്റെ അസോസിയേറ്റും RCM കേരളയെ സംബന്ധിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി. എനിക്ക് എടുത്തു പറയേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ടാർഗറ്റ് ഉണ്ടെങ്കിലും ആദ്യത്തെ പേര് ആ മാഡത്തിന്റെ ആയിരിക്കും. എന്തോ ആയിക്കോട്ടെ, കീസോൾ ആയിക്കോട്ടെ, ന്യൂട്രി ചാർജ് ആയിക്കോട്ടെ, ഗുഡ് ഓർഡർ, എന്തോ ആയിക്കോട്ടെ, നമ്പർ 1 സ്ഥാനം പിടിക്കാൻ മാഡം കഴിഞ്ഞിട്ട് വേറൊരാളുള്ളൂ. മറ്റാരുമല്ല, ഇവിടെ റോജ ശംസുദ്ദീൻ മാഡത്തിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മാഡം, ഞാൻ കോ ഹോസ്റ്റ് ആക്കിയിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. താങ്ക് യു അർജുൻ സാർ. താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള ലീഡേഴ്സ് ഉള്ളപ്പോ പിന്നെ ടാർഗറ്റ് ചെയ്യാൻ എന്തിനാ പേടിക്കുന്നത്? ജോബി സാറ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ സാർ നേരിട്ട് ഇത്രയും ഒരു ഗൗരവത്തില് സംസാരിക്കാറില്ല. ഇന്ന് സാർ ഇത്രയും അധികം ആൾക്കാർക്ക് ഒരേ ടോണിൽ പറഞ്ഞു കൊടുത്തത് എനിക്ക് മാത്രല്ല, എന്റെ ടീമിൽ നിന്ന് ഒരുപാട് പേരെ ഞാൻ ഇന്ന് ജോബി സാറിന്റെ ഈ ഒരു പ്രസന്റേഷൻ കയറി നിങ്ങൾ എന്തായാലും ഇത് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം കയറ്റിയിട്ടുണ്ട്. എല്ലാവരും ഉറച്ച തീരുമാനം എടുത്തിരിക്കും. ജോബി സാറ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഹോം മീറ്റിംഗ് തരാറുണ്ട്. പക്ഷെ ഇത്രയും നല്ല രീതിയിൽ, അതായത് അവിടെ ചെയ്യുന്നത് നല്ല രീതിയല്ല എന്ന് പറയല്ല, പക്ഷെ ഇത്രയും സ്ട്രോങ് ആയിട്ട് സത്യം പറയണെങ്കിൽ ഉറക്കം കെടുത്തി എന്നെ എല്ലാ കാര്യങ്ങളും ജോബി സാർ തന്നെയാണ് ഒരുപാട് പറഞ്ഞ് ചെയ്യിക്കുന്നത്. പക്ഷെ എന്തോ ഇന്നത്തെ ഒരു പ്രസന്റേഷനോട് കൂടി സത്യത്തിലെല്ലാം കൈവിട്ടു പോയി. ഇനി ഒരു എമറാൾഡിന്റെ അവിടേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു തീരുമാനം. ഞാൻ എന്ത് ടാർഗറ്റ് ഞാൻ ഏറ്റെടുക്കുമ്പോഴും മുന്നേ ഞാൻ ജോബി സാറിന്റെ അടുത്ത് ചോദിക്കും, സാറേ ഞാൻ ഈ ടാർഗറ്റ് ഏറ്റെടുക്കട്ടെ? അപ്പോഴും സാറ് പറയാം എന്റെ അടുത്ത്, റോജ മാഡം എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ധൈര്യമായിട്ട് ഏറ്റോളൂ. ഒരിക്കലും എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് പോസിറ്റീവായിട്ട് തന്നെ ഫുൾ എനർജി തരുന്ന എന്റെ ഒരു മെന്ററാണ്, എന്റെ ഒരു ലീഡറാണ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു റോജ മാഡം. അടുത്തതായിട്ട് പ്രദീപ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറേ, ഞാൻ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഓക്കെ. താങ്ക് യു അർജുൻ സാർ. സാറേ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണ് സാർ, ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് പ്രദീപ് കുമാർ, മല്ലപ്പള്ളിയാണ് സ്വദേശം. ശ്രീലത പ്രദീപ് എൻ്റെ ഭാര്യയാണ്. പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ എപ്പോഴും കേരളീയർക്ക് ഇത്രയും കൂടുതൽ അറിയാവുന്ന ആ ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് തന്നെ അത് എനിക്ക് പറയാൻ അഭിമാനം തന്നെയാണ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ജോബി സാറെ, ഇതിലും മനോഹരമായിട്ട് ലളിതമായിട്ട് RCMന്റെ പ്ലാൻ ഇനി സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയാനേ പറ്റത്തുള്ളൂ. കാരണം ഞാന് RCMൽ വന്നിട്ട് ഇപ്പൊ 4 വർഷം ആകാൻ പോകുന്നു. ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ വളരെ വ്യക്തമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് RCMന്റെ പ്ലാൻ കേട്ട് അത് സാറിന്റെ കയ്യിൽ നിന്നാണ്. അതിന് പ്രത്യേകമായിട്ട് സാറിന് പ്രത്യേകമായിട്ടൊരു ബിഗ് സല്യൂട്ട്, അഭിനന്ദനം, നന്ദി ഒക്കെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുക. കാരണം ഒരുപാട് പേര് സാറിന് മെസ്സേജ് ഇട്ടു. എന്താ പറയുക, സാറിന് അത് പറയാനായിട്ട് PPTയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കാണാനായിട്ടാണ് സാർ PPT ഉപയോഗിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത്രയ്ക്ക് ഒഴുക്കാണ്. PPT ഒന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല സാറിന്. അപ്പൊ വ്യക്തമായിട്ട് ഇതാണ് നമുക്കൊരു വിഷന്, അർജുൻ സാർ പറഞ്ഞ പോലെ നമുക്കൊരു വിഷനാണ് നമുക്ക് ആവശ്യം. അല്ലെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും കിടന്ന് നമ്മൾ കൈകാലിട്ടടിച്ച് നേടുന്നൊരവസ്ഥയിൽ മുന്നോട്ട് പോവാണ്. പക്ഷെ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. എപ്പോഴും സാറ് പറഞ്ഞ പോലെ ഒരു കൈ മുകളില് ഒരു കൈ താഴെ, ആ ഒരു ആശയം അതാണ് യഥാർത്ഥത്തില് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വേണ്ടത്. അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിക്കൊണ്ട് എല്ലാവരെയും കൈപിടിച്ചുയർത്തുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് എത്താൻ പറ്റുന്നുള്ള ഒരുപാട് മെസ്സേജുകൾ സാറ് ആ പ്ലാൻ പറയുമ്പോൾ സാധാരണ എല്ലാവരും പ്ലാൻ പറഞ്ഞ് അർജുൻ സാർ പറഞ്ഞ ഒരു കണക്ക് പറയാൻ നമുക്ക് തോന്നിയേ ഇല്ല. കാരണം ആ പറയുന്നവരിടയ്ക്ക് സാറ് ഒരുപാട് ടിപ്പുകളും പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ലെവലിൽ എത്തുമ്പോഴും ഓരോ ടിപ്പുകളും പറഞ്ഞു തന്നിട്ടാണ് നമ്മളെ എത്തിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വളരെ ലളിതമായിട്ട് വീണ്ടും പറയും, നിങ്ങൾ 5000 മാത്രം ചെയ്താൽ മതി, വീട്ടിലേക്കുള്ള ആവശ്യം മാത്രം മേടിച്ചാൽ മതി. എത്ര മനോഹരമായിട്ട്
ഒത്തിരി സന്തോഷം സാറേ, ഒത്തിരി സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ കമന്റ് ഇട്ടു, എന്നിട്ടും ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഹാൻഡ് റൈസ് ചെയ്ത് വന്നത്. ഒത്തിരി ഒത്തിരി സന്തോഷം. എനിക്ക് അതിന് ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രിയപ്പെട്ട അർജുൻ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ എല്ലാവർക്കും. നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. JRC. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ വിജയൻ സാറ്, നഗരൂരിൽ നിന്ന് വിജയൻ സാറ്. സാറ് അൺമ്യൂട്ട് ചെയ്തോളൂ. വിജയൻ സാർ. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. സാറേ, നോയൽ സാറിന് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. വളരെ മനോഹരമായ പ്രസന്റേഷൻ. ഇൻകം പ്ലാൻ ഇത്രയും മനോഹരമായിട്ട് സുന്ദരമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ മറ്റൊരാളും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. വളരെ മനോഹരമായിട്ട് സാർ പറഞ്ഞു. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാർ പറഞ്ഞത്, നിങ്ങൾക്ക് കിട്ടിയ നന്മ നിങ്ങളുടെ മനസ്സിൽ പൊഴിച്ചു മൂടാതെ അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. സുന്ദരമായ ഒരു സന്ദേശം. നമുക്ക് കിട്ടിയ നന്മ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ കുഴിച്ചു മൂടാതെ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൊടുത്താൽ നിങ്ങളും നിങ്ങളുടെ അനന്തര തലമുറകളും രക്ഷപ്പെടും. മാത്രമല്ല, നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് പേരെ സഹായിക്കാൻ കഴിയും. വളരെ സുന്ദരമായ സന്ദേശം. എല്ലാം കൊണ്ടും നല്ല മനോഹരമായ ക്ലാസ്. വളരെയേറെ ഇഷ്ടപ്പെട്ടു. സാറിന് എല്ലാവിധ നന്മകളും സാറിന് ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും നല്ല മനോഹരമായിട്ട് ഈ സിസ്റ്റത്തെ നമ്മുടെ മനസ്സിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സാറിന് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു രാത്രി. അതുപോലെ തന്നെ എനിക്ക് ഒരു വാക്ക് പറയാൻ അവസരം തന്ന അർജുൻ സാറിനെയും എന്റെ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ സാർ, വളരെ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാർ. അടുത്ത ദിവ്യ മാഡം അൺമ്യൂട്ട് ചെയ്തോളൂ. ഞാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, സംസാരിച്ചോളൂ. മാഡം അവിടെ അൺമ്യൂട്ട് ചെയ്താൽ മതി. മാഡം കേൾക്കുന്നില്ല, അവിടെ അൺമ്യൂട്ട് ആയിട്ടില്ലേ? നമസ്കാരം അർജുൻ സർ, നമസ്കാരം. എന്നെ അറിയോന്ന് അറിയില്ല, എന്റെ പേര് ദിവ്യ, ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ്. എനിക്ക് കണക്കിന് ഭാഷയില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. എന്തായാലും നമുക്ക് അവിടെ വന്ന് സംസാരിക്കാനായിട്ട് എപ്പോഴും ജോബി സാറ് പറയാറുണ്ട്, ദിവ്യ എനിക്ക് ഭാഷയുടെ മാത്രമേ പ്രശ്നമുള്ളൂ, വേറൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ ഈ മനസ്സിലാക്കിയാല് കണക്കിനും ഭാഷയില്ല. അപ്പൊ എന്തായാലും എനിക്ക് അവിടെ ഒരു ടീം ബിൽഡിംഗ് എന്തായാലും വളരെ നല്ല രീതിയിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന തരത്തിലും, അതുപോലെ തന്നെ എന്നെ സഹായിക്കാൻ അർജുൻ സാറ്, നോബിൾ സാറ്, ജോബി സാറ്, എന്റെ ടീം ലീഡർ ഹരി സാറ്, റോജ മാഡം, എല്ലാവരും ഫുൾ സപ്പോർട്ട് ഉണ്ട് എനിക്ക്. അപ്പൊ അത് എന്തായാലും എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതാണ് എനിക്ക് പോകുന്നത്. ഇത്ര നേരം കേട്ടിട്ട് എപ്പ പോവാം, എപ്പ തുടങ്ങാം, അത് ആ ഒരു മൈൻഡ് മാത്രമായിരുന്നു എനിക്ക്. ഇത്ര നേരം ഇരുന്നിട്ട് എനിക്ക് ഇനി ഉറക്കം വരണേ ഇല്ല. ഇനി കഴിഞ്ഞു, ഇനി അടുത്ത് എന്താ ചെയ്യാന്നുള്ളൊരു ആർജവം എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സംഭവമായി മാറി. ഇപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന എത്ര പേരുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളൊരു ആവേശം മാത്രമേ എനിക്ക് വരുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് അർജുൻ സാറ് വേഗം വരെ കോയമ്പത്തൂർക്ക്. നമുക്ക് അവിടെ വന്നിട്ട് ഇതുപോലെയുള്ള മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരിക. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. കാരണം ഇടയ്ക്ക് ഓരോ കോമഡി ഒക്കെ പറഞ്ഞ്, ഞാൻ അടുക്കളയിൽ പണിതോണ്ടിരുന്ന ആളാ. പണിയൊക്കെ അവിടെ ഇട്ടിട്ട് അവിടെ വന്നിരിക്കണേ. അപ്പൊ ഇടയ്ക്ക് കുറച്ച് കോമഡി ഒക്കെ പറഞ്ഞ് അപ്പൊ നമുക്ക് എന്താണ് അത് കേൾക്കാനും ഒന്നും കൂടി ഒരു രസം ഉണ്ടാവും. അപ്പൊ ഒരു എന്താ പറയാ, ഒരു കോമഡി സ്കിറ്റ് പോലെ അവതരിപ്പിച്ച് സാധാരണക്കാരുടെ മനസ്സിലേക്ക് ശരിക്കും നന്നായി മനസ്സിലായി സാറേ, എനിക്ക് നന്നായി മനസ്സിലായി. എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും എന്താ പറയാ കണക്കും കാര്യങ്ങളൊന്നും കേറാത്തതാണ്. വളരെ നന്നായിട്ട് എനിക്ക് മനസ്സിലായി. താങ്ക് യു മാഡം. താങ്ക് യു സാർ. അർജുൻ സാർ താങ്ക് യു. ജോബി സാർ താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു മാം. അപ്പോ എനിക്ക് തോന്നുന്നു ജോബി സാറ് വളരെ കുറച്ച് ഇമോഷണൽ ആയിട്ടിരിക്കുന്ന ഒരു
സന്ദർഭമാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാതിരിക്കാൻ എന്ത് കാരണമുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമോട് കൂടിയിട്ട് ജോബി സാറ് നമുക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു കൈ മേലോട്ട് ഉയർത്തുക, നമ്മുടെ അപ്ലൈനിന്റെ കൈ മുറുക്കെ പിടിക്കുക, ഒരു കൈ താഴേക്ക് കൊടുക്കുക, നമ്മുടെ ഡൗൺലൈനെ പൊക്കി കൊണ്ടുവരിക. ഇത് തന്നെയാണ് ഈ ബിസിനസ്സിൽ ചെയ്യാനുള്ളത്. കാരണം RCM ബിസിനസിന്റെ R എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ആണ്, C എന്ന് പറയുന്നത് കെയർ ആണ്, M എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ ബിസിനസ്സിൽ വിജയം ഉണ്ടാവുന്നത്. വളരെ നല്ലൊരു പ്രസന്റേഷൻ, വളരെ നല്ലൊരു രാത്രി. ഇന്ന് ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തി ഈ രാത്രി സമ്മാനിച്ച ജോബി സാറിന് 1000 നന്ദി ഒരിക്കൽ കൂടി സാർ. വണ്ടർഫുൾ പ്രസന്റേഷൻ. ഇത് ഒരു ഫിസിക്കൽ സെഷൻ ആയിട്ട് കാണണം എന്നാണ് എന്റെ ആഗ്രഹം. തീർച്ചയായിട്ടും അത് വരും ദിവസങ്ങളിൽ നമുക്ക് അത് പ്രാക്ടിക്കൽ ആക്കേണ്ടിയിരിക്കുന്നു. അപ്പോ നാളെ വീണ്ടും ഇതേ സമയത്ത് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാ വിധത്തിലെ ആശംസകളും. പെട്ടെന്ന് എമറാൾഡ് ആവുക, അതിനും പെട്ടെന്ന് സ്റ്റാർ എമറാൾഡ് ആവുക, അതിനും പെട്ടെന്ന് സ്റ്റാർ റൂബി ആയിട്ട് മാറുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നു. ജോബി സാറിന് നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ നിങ്ങൾക്ക് പറയാം. നാളെ വൈകിട്ട് 8:45 ഇതേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് BOP ഉണ്ടായിരിക്കുന്നതായിരിക്കും മറ്റൊരു വിശിഷ്ട അതിഥിയായിട്ട്. താങ്ക് യു. ജയ് RCM ആൻഡ് ജയ് ഹിന്ദ്. Thank you, Congratulations. Thank you, Joby sir. Thank you very much. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you so much. Very much. Thank you. Thank you. Thank